സ്തോത്രം. ദൈവാത്മാവിൻ്റെ ഹിതത്തിന് വിധേയപ്പെടേണ്ടതിന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കും. ദയവായിട്ട് ശ്രദ്ധിച്ചാട്ടെ. 14 യോഹന്നാൻ്റെ സുവിശേഷം. ഞാൻ തന്നെ വായിക്കാം, ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. യേശു പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. സ്തോത്രം. സുവിശേഷങ്ങളിൽ പ്രധാനമായും ശ്രദ്ധേയമായിരിക്കുന്ന 5 സ്റ്റേറ്റ്മെൻറ്റുകൾ 5 വാക്യത്തിലൂടെ പ്രാർത്ഥനാ സംബന്ധമായി യേശു പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് യേശു സുവിശേഷത്തിൽ 5 കാര്യം മാത്രമേ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞുള്ളൂ എന്നല്ല, തെറ്റിദ്ധരിക്കരുത്. വളരെ ശ്രദ്ധേയമായിരിക്കുന്ന 5 വാക്യങ്ങൾ. 5ഉം പറയാൻ പറ്റുമെങ്കിൽ വ്യാഖ്യാനവും വിശദീകരണവും വരുന്ന രീതി അനുസരിച്ചിരിക്കും. സ്തോത്രം. 5ഉം പറയാൻ പറ്റുമെങ്കിൽ ഞാൻ പറയാം. ഓരോന്നോരോന്നായി പറഞ്ഞ് അതിനകത്തുള്ള ആത്മീക ദൂതുകൾ ഇന്ന് രാത്രിക്കാലം, ഇതൊരു ബൈബിൾ ക്ലാസ് അല്ലല്ലോ, ഒരു സഭ പ്രത്യേകമായി വേർതിരിച്ചിരിക്കുന്ന വർഷാവസാന ഉപവാസ പ്രാർത്ഥനയായിരിക്കയാൽ എനിക്ക് ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് 4 പോയിൻ്റ് കിട്ടിയാൽ പോരാ, 6 വാക്യം കിട്ടിയാൽ പോരാ. ചില കാര്യത്തിനകത്ത് വിശ്വാസം വർദ്ധിക്കണം, ചില കോട്ടകൾ പൊട്ടാനിടയാകണം. വചനത്തെ കൊണ്ടത് ചെയ്യാൻ ഇടയാക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണെന്ന്. ഇന്ന് രാത്രി അതുപോലെ വചനം ഇതിനകത്ത് വ്യാപരിക്കണം. വാക്യം വായിച്ചത് വളരെ പരിചയമുള്ള വാക്യമാണെങ്കിലും, സൺഡേ സ്കൂൾ പരീക്ഷയിലോ അല്ലെങ്കിൽ വാക്യ മത്സരത്തിലോ പറഞ്ഞ് ശീലിച്ച വാക്യമാണെങ്കിലും അത് പാറയെ തകർക്കുന്ന ചുറ്റികയായി മാറണം. അത് ചില വിഷയത്തുമേ പ്രവർത്തിക്കാൻ ഇടയാകണം. യേശുക്രിസ്തു പ്രാർത്ഥനയ്ക്കൊരു മാതൃകയാണ്. അത് ഞാനിവിടെ പറയണ്ട. നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ ചിന്തിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കുന്നൊരു സഭയാണിത്. ഏറ്റവും വലിയ മാതൃകയാണ് കർത്താവായ യേശു. പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു സ്തോത്രം ഈടുറ്റ ഉപമകൾ കർത്താവ് മറ്റുള്ളവർ പ്രാർത്ഥിക്കാൻ വേണ്ടി, തന്നെ പിൻപറ്റുന്നവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വളരെ വിലയേറിയ ഉപമകൾ കർത്താവ് തൻ്റെ ശിഷ്യഗണത്തോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ് ശിഷ്യന്മാരിൽ ആരോ ഒരാൾ ഓടി വന്നപ്പോൾ യേശുക്രിസ്തു ലാഘവത്തോടെ, പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, കണ്ണടച്ചതിൻ്റെ ആവശ്യം പറഞ്ഞ് അവസാനം ആമീൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് വിട്ടില്ല. യേശു പിടിച്ചിരുത്തി സ്തോത്രം അവരെ പഠിപ്പിച്ചു പ്രാർത്ഥന എന്താണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഗൗരവം കൊടുക്കുന്ന സ്തോത്രം കർത്താവിനെയാണ് തിരുവെഴുത്തിൽ കാണാനിടയാകുന്നത്. സ്തോത്രം. രാത്രിയുടെ യാമങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്ന കർത്താവ്. സ്വർഗത്തിൽ നിന്ന് ഇവിടെ ഇറങ്ങി വന്നിട്ടൊരു പാഴ്വേല ചെയ്യുന്നവനല്ല ദൈവം. പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടെന്ന് തെളിയിച്ചവനാണ് യേശു. സ്തോത്രം. ഹല്ലേലൂയ. മാതൃകയായി കാണിച്ചു തന്നിട്ട് കർത്താവ് അതിപ്രധാനമായിരിക്കുന്ന 5 കാര്യങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച് സ്തോത്രം സ്റ്റേറ്റ്മെൻറ്റുകൾ പോലെ, പ്രസ്താവനകൾ പോലെ കർത്താവ് പറഞ്ഞു. അതിലൊന്നാണ് ഇപ്പോൾ വായിച്ചത്. 14 നമ്മൾ വായിച്ചല്ലോ. വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. സ്തോത്രം. ചെയ്തു തരും. അതിനകത്ത് നിങ്ങൾ അടിവരയിടാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ മൊത്തത്തിലങ്ങ് വരയിടാതെ, കർത്താവ് ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്ന കാര്യം മാത്രം മനസ്സിലാക്കാൻ വേണ്ടി ലാസ്റ്റ് ആ ചെയ്തു തരും എന്നുള്ളതിൻ്റെ അടിയിൽ മാത്രം വരയിടുക. മറ്റതിനകത്ത് മുഴുവൻ കുത്തി വരച്ച് കഴിഞ്ഞെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കഥയില്ല. സ്തോത്രം. അതുകൊണ്ട് എല്ലാം അങ്ങ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ബൈബിൾ സൊസൈറ്റിക്കാരോട് പറയാം, അടുത്ത കൊല്ലം മുതൽ എല്ലാം വരയിട്ടിങ്ങ് നന്നേക്കാൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ സ്തോത്രം. പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ ആ ലാസ്റ്റ് എൻഡിൽ മാത്രം എവിടാ ചെയ്തു തരും, ചെയ്തു തരും എന്ന വാക്കിൻ്റെ അടിയിൽ മാത്രം വരയിടുക. എന്നിട്ട് ബാക്കി എല്ലാം കൂടി കൂട്ടിപ്പിടിക്കാതെ അതിനെ മാത്രം നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് എടുത്തു വയ്ക്കുക. യേശു പറഞ്ഞു. ബാക്കിയെല്ലാം എൻ്റെ സിസ്റ്റമാറ്റിക് ആയിരിക്കുന്ന ഭാഗങ്ങളും ദൈവശാസ്ത്രപരമായിരിക്കുന്ന വിഷയങ്ങളെല്ലാം ഞാൻ അങ്ങ് ചെത്തി മാറ്റി. എന്നിട്ട് ആ വാക്കിനെ മാത്രം എടുത്തുകൊണ്ട് ദൂതിലേക്ക് കടക്കുക. സ്തോത്രം. യേശു പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചിലത് ചെയ്തു തരും. സ്തോത്രം. കുറച്ചുകൂടെ നിങ്ങൾക്കത് ലൂസായി കിട്ടുന്നുണ്ടോ? വലിയ പിരിമുറുക്കത്തിൽ നിന്ന് മാറുന്നുണ്ടോ? സ്തോത്രം. ദൈവം പറയുന്നു, നിങ്ങളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ആരെങ്കിലും ചെയ്തു തരുമെന്നല്ല, ആരെങ്കിലും ചെയ്യട്ടെ, ആരെങ്കിലും ഒന്ന് സഹായത്തിന് വിടണേന്നോർത്താണ് 8 ദിവസം ഇരുന്നതെങ്കിൽ ഇന്നത് തിരുത്തണം. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് സായിപ്പല്ല, പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് മനുഷ്യനല്ല, പ്രാർത്ഥിക്കുമ്പോൾ ചെയ്തു തരാൻ തുടങ്ങുന്നത് ദൈവമാണ്. യേശു പറഞ്ഞു, ആരെങ്കിലും വിടാമെന്നല്ല, ഞാൻ ചെയ്തു തരും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ വളരെ സന്ദേശം വീണ്ടും ഈ കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ലളിതമാക്കാം. കർത്താവ് ചെയ്തു തരണമെന്നാഗ്രഹിക്കുന്ന എന്തെങ്കിലും വിഷയമുണ്ടോ? സ്തോത്രം. അങ്ങനെയൊന്നുമില്ല, ചുമ്മാ 10 പ്രസംഗം കിട്ടാൻ വേണ്ടി ഇരിക്കുക എന്നുള്ളതല്ല. ക്രൈസ്റ്റ് സെൻ്റർ ചർച്ചിന് വേണ്ടി ഈ ദിവസങ്ങളിൽ, ഈ ഡിസംബർ തീരുന്നതിനേക്കാൾ മുമ്പ് യേശു ചെയ്തു തരണം. കർത്താവ് ചെയ്താൽ എന്തായിരിക്കും നിങ്ങൾ ഓർത്ത് നോക്കിയേ.
സ്തോത്രം. യേശു ക്രിസ്തു ഒരു കാര്യം നിനക്ക് ചെയ്തു തന്നാൽ എന്തായിരിക്കും? കർത്താവ് നിനക്കൊരു ഷർട്ട് മേടിച്ച് തന്നാൽ എന്തായിരിക്കും? സ്വർഗസ്ഥനായ ദൈവം നിനക്കൊരു വീട് തന്നാൽ എന്തോ ആയിക്കോട്ടെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. കർത്താവ് ചെയ്തു തന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഇന്ന് രാത്രി വചനത്തെ വിശ്വസിക്കുന്നവർ ആത്മാവിൽ പറ, കർത്താവ് എൻ്റെ ജീവിതത്തിനകത്ത് ചില കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. അല്ല, എനിക്ക് ഒത്തിരി ആൾക്കാരുണ്ട്, പക്ഷെ അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്തതിൻ്റെ കാരണം അവരോടൊന്നും പറഞ്ഞാൽ ഈ കാര്യം നടക്കുകയില്ല. എന്നാൽ എത്ര വലിയ തടസ്സങ്ങളാണെങ്കിലും, എത്ര വലിയ എതിരുകളുണ്ടെങ്കിലും, എത്ര വലിയ വാദങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ പ്രതിയോഗി ഉണ്ടെങ്കിലും, എനിക്കെതിരെ എത്ര വലിയ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും, എനിക്കെതിരെ എത്ര വലിയ ശക്തന്മാരുണ്ടെങ്കിലും, ചെയ്തു തരുന്നൊരു ദൈവം എനിക്കുണ്ട്. പറഞ്ഞു തരുന്നവനല്ല, ചെയ്തു തരുന്നവൻ. ഇന്ന് രാത്രികാലം ചില കാര്യങ്ങൾ, 8ാമത്തെ രാത്രി നീ യോഗത്തിന് പോയിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് ധൈര്യത്തോടെ പറയാം, 8ാം രാത്രി ദൈവം എനിക്ക് ചെയ്തു തന്നതാണ് എന്ന് പറയത്തക്ക രീതിയിൽ വിശ്വസിക്കുന്നവർ ഒരല്പസമയം ഇന്ന് രാത്രികാലം ഒരുപക്ഷെ 6 പോയിന്റുകൾ കാണില്ല, പക്ഷേ ആ വാക്കിനെ വിശ്വസിക്കുന്നവർ ആത്മാവിൽ പറ, പേര് പറഞ്ഞ് പറ, ഇന്ന കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ ഇന്ന കാര്യം, എൻ്റെ ശരീരത്തിലെ ഇന്ന കാര്യം, എൻ്റെ വീട്ടിലെ ഇന്ന കാര്യം എൻ്റെ കർത്താവ് ചെയ്തു തരണം. യേശുവാണ് പറഞ്ഞു. ഞാൻ ഈ വാക്യം എടുത്ത് കാണിക്കുന്നുള്ളൂ, ഇത് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, പൊരുതിരിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ ഒന്ന് തൊട്ടുണർത്തിയാൽ മതി. അതുകൊണ്ട് വിശ്വസിച്ചോണ്ട് പറ, എൻ്റെ വീട്ടിൽ ചില കാര്യങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ഇവിടെ ഇരുന്ന് കേൾക്കാൻ പോകുകയല്ല, ഞാൻ ഡയറിയിൽ കുറിച്ചെടുക്കാൻ പോകുകയല്ല. എൻ്റെ കർത്താവ് ചില കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരും. ഹല്ലേലൂയ. ചെയ്തു തരും. ഹല്ലേലൂയ. ദൈവം ചെയ്തു തരും. എത്രയോ വിഷയങ്ങൾ. ഇനി പ്രാർത്ഥനയെക്കുറിച്ച് കുറച്ചുകൂടെ ഡീപ്പായി, കുറച്ചുകൂടെ നന്നായി മനസ്സിലാക്കിയാൽ എങ്ങനെയാണ് പ്രാർത്ഥന ഫലിക്കുന്നത്, പ്രാർത്ഥനയുടെ മറുപടി എങ്ങനെയാണ് വരുന്നത്, ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയാൽ സ്തോത്രം, ഇത് ലോട്ടറി അടിക്കുന്ന പോലെ കിട്ടിയാൽ കിട്ടിപ്പോയാൽ പോയി എന്നുള്ള ഇടപാടല്ല. പ്രാർത്ഥന ഫലിക്കുന്നതൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഉച്ചഭാഷണം, ഈ മൈക്രോഫോൺ പ്രവർത്തിക്കുന്നത് ചുമ്മാ സ്തോത്രം അങ്ങ് പ്രവർത്തിക്കുകയല്ല. ഇതിന് അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു തിയറി ഉണ്ടെങ്കിൽ, ഈ സാധനത്തിലൂടെ ശബ്ദം പറയുമ്പോൾ ഇത് ഇന്ന രീതിയിൽ ചെന്ന് ശബ്ദ തരംഗങ്ങളെ വൈദ്യുതി തരംഗങ്ങളാക്കി വീണ്ടും അതിനെ എത്തേണ്ടിടത്ത് എത്തിച്ച് ശബ്ദ തരംഗമാക്കി പുറത്തു വിടുന്ന ഒരു സിസ്റ്റം ഉള്ളതുപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ടേക്കാം ഒത്താ കിട്ടുമെന്നല്ല, പ്രാർത്ഥന ഫലിക്കുന്നൊരു സിസ്റ്റമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അത് വർക്കൗട്ടാകുകയാണ്. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, കണ്ണിന് കാണാത്തൊരു മേഖലയുണ്ട്. ഇന്ന് രാത്രി സ്വർഗം അത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഏലിയാവിൻ്റെ കാലത്തും സ്തോത്രം 5 പ്രാർത്ഥനകൾ, ഏലിയാവിൻ്റെ 5 പ്രാർത്ഥനകൾ വിശുദ്ധ ബൈബിളിനകത്ത് ചേർത്തിട്ടുണ്ട്. 5ഉം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, 4 ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. 5ാമത്തിൽ ഒറ്റ വാക്കിലേ പറഞ്ഞിട്ടുള്ളൂ. 5 പ്രാർത്ഥനകൾ, 5ഉം ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. അതിനകത്ത് ഒരു പ്രാർത്ഥനയാണ് മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന. സൺഡേ സ്കൂളിൽ പോലും പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ ഓർക്കുന്നില്ലേ? സ്തോത്രം. ബാലിൻ്റെ പ്രവാചകന്മാർക്കെതിരെ യഹോവയായ ദൈവത്തെക്കുറിച്ച്, സത്യദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടി തീ കൊണ്ട് ഉത്തരമരുളുന്നവനാണ് ദൈവമെന്ന് ഒരു വെല്ലുവിളി ഏറ്റെടുത്തിട്ട് കർമ്മേലിൻ്റെ കൊടുമുടിയിൽ സ്തോത്ര സാധ്യതകൾ, അഥവാ വിരോധി ഒരു അപവാദം പോലും പറയാൻ, ഒരു സംശയത്തിന് പോലും ഇട കൊടുക്കാതെ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് പഴുതടച്ച് തീ ഇറങ്ങാൻ ഒരു അവസരം ഏലിയാവ് ഉണ്ടാക്കി. സ്തോത്ര. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്ര. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കണം. സ്തോത്രം. ഏലിയാവ് ഉണ്ടാക്കി. നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സ്തോത്ര? യാഗപീഠം പണിതതിന് ശേഷം അതിന് ചുറ്റും വലിയ തോട് പോലെ, സ്തോത്രം, മലയാളത്തിൽ അത്രയൊക്കെ വന്നിട്ടുള്ളൂ, തോട് പോലെ കുഴി ഉണ്ടാക്കിയിട്ട് അത് നിറച്ച് വെള്ളം കോരി ഒഴിച്ചു. അവിടെ അതിൻ്റെ കണക്കൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് ആ കണക്ക് അത്രയും പറയാൻ അറിയില്ല, കാരണം സ്തോത്രം എബ്രായ കണക്കുകളാണ്. എൻ്റെ അനിയൻ കർത്തൃദാസനാണ്, അദ്ദേഹം പ്രസംഗിക്കുന്ന ആളാണ്, പാസ്റ്റർ അജിയമ്പോൾ. അദ്ദേഹം ഒരിക്കലും ആ കണക്കെല്ലാം കൂടി വെച്ച് ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിക്കുന്ന കേട്ടു. സ്തോത്ര. ഹല്ലേലൂയ. എത്രത്തോളം വെള്ളമാണ്, ചുമ്മാ ഒരു ബക്കറ്റിനകത്ത് കോരി ഒഴിച്ചതല്ല. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന കണക്കനുസരിച്ച് എത്രയോ ലിറ്റർ വെള്ളമാണ്. സ്തോത്രം. ആ തോട്ടിനകത്തൊരു വലിയ കിടങ്ങ് പോലെ തോടുണ്ടാക്കിയിട്ട് ആ തോടിനകത്ത് വെള്ളം കെട്ടിക്കിടക്കത്തക്ക രീതിയിൽ വിറകടുക്കിയിട്ട് വെള്ളം ഒഴിച്ചു. എൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അടിയിൽ തീപ്പെട്ടി വെച്ചിട്ടുണ്ടെന്ന് നാളെ ഒരുത്തനും പറയരുത്. ദൈവത്തെ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന് ഒന്നും നീ അങ്ങോട്ട് ഇടരുത്. യേശുവാണ് പ്രവർത്തിക്കാൻ പോകുന്നതെങ്കിൽ പിശാചിന് പഴി പറയാൻ ഒരു സാധ്യത പോലും ഇട്ടേക്കരുത്. അതിൻ്റെ അവസാനത്തെ കടച്ചിട്ടും ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് കീറിക്കള.
അത്ഭുതമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, നീ കുറച്ചുകൂടെ അതിനിടയിലേക്ക് കടലാസും കരിയിലും കൂട്ടി വെച്ച് കൊടുക്കാതെ യേശുവിന് തീ ഇറക്കിയത് കത്തിക്കാൻ, എന്റെ ദൈവത്തിന് ഈ കാര്യം നടത്താൻ, ഹല്ലേലൂയ, ഇതിനകത്ത് നദി പോലെ വെള്ളം കടന്നാലും സ്വർഗത്തിലെ തീ ഇറങ്ങിയാൽ ഇത് തീരുമെന്ന് വിശ്വസിക്കാനുള്ള ഏലിയാവിന്റെ മനസ്സ് ഇന്ന് രാത്രി വിഷയമായിട്ടിരിക്കുന്നവരുടെ മേലുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്ന ആ വാക്കുകളൊന്നും വെറും ഭംഗി വാക്കായി കരുതരുത്. ദൈവപ്രവൃത്തിക്ക് നിന്റെ സഹായം വേണ്ട. ഞാൻ ആദ്യം പറഞ്ഞതാണ് എൻ്റെ കണക്ക്. നീ വിശുദ്ധനായിരുന്നാൽ മതി, നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ മതി. അന്തരീക്ഷം കെടുത്തുന്നവനല്ല. പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ആത്മാവിനെ കെടുത്തുന്നവരല്ല, ആത്മാവിനെ ജ്വലിപ്പിക്കുന്നവരായിരുന്നാൽ മതി. ഹല്ലേലൂയ. പിന്നെ അതിനകത്ത് ഇനി പച്ച വിറകാണെങ്കിലും വെള്ളത്തിനടി കിടക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും അതിന് തീ പിടിപ്പിക്കുന്ന കാര്യം നീ ബോറടിക്കാൻ, നീ അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. സ്വർഗം ഇറക്കുന്ന തീക്കകത്ത് ഈ നനഞ്ഞ യാഗപീഠം കത്തിക്കോളും. സ്തോത്ര ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, കർത്താവ് ചിലത് ചെയ്യാൻ പോകുകയാ. അതിന് നീ ആരെയും കൂട്ടുപിടിക്കരുത്. ആരെയെങ്കിലും കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ പോയിട്ട് വിളിച്ചു വരണം. ഞാൻ ചോദിച്ചതില്ലേ, അത് വേണ്ടാട്ടോ അച്ചാച്ച. കാരണം എന്താ? എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു ഞാൻ ചെയ്തു തരാന്ന്. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ മാത്രം അടങ്ങിയിരിക്കാതെ ആത്മാവിൽ പറ, എൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ചോദിച്ചതാണ്, നിനക്ക് കിട്ടിയോന്ന് ചോദിക്കില്ല. കിട്ടിയില്ല. പിന്നെ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, എന്റെ ദൈവം എന്നോട് പറഞ്ഞു, ആരുടെ കടലാസും കരിയിലെ അടി കൊണ്ടുവന്ന് വെക്കണ്ട, ആരുടെ തീപ്പൊരി അടി കൊണ്ട് വെക്കണ്ട. ഇത് അടിയിന്ന് കത്തുന്ന തീയല്ല, ഇത് മോളിൽ നിന്ന് ഇറങ്ങുന്ന തീയാണ്. അതുകൊണ്ട് വേറെ ഒരു സഹായം വേണ്ടെന്ന് വെക്ക. ഹല്ലേലൂയ. അബ്രഹാം പറഞ്ഞതുപോലെ ചെരുപ്പിന്റെ വാറ് പോലും വേണ്ടെന്ന് വെക്ക്. ബാക്കി കാര്യം ദൈവം ചെയ്യും. അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? കത്ത് പിടിച്ചപ്പം മണ്ണ് പോലും കത്തിയെന്നൊരു വാക്ക് അവിടെയുണ്ട്. സ്തോത്രം. അത് ഈ പ്രസംഗത്തിനകത്തുള്ളതല്ല, പക്ഷെ മണ്ണ് പോലും കത്തിയെന്നൊരു വാക്കുണ്ട്. സ്തോത്രം. അതിനർത്ഥം എന്താ? സ്തോത്രം. തീ ഇറങ്ങിയാൽ വിറകും കത്തും, വെള്ളവും വറ്റും, മണ്ണും കത്തും. ആരോ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പ്രസംഗിച്ചത് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. ഇങ്ങനെയാണ്, ഹല്ലേലൂയ, ഇസബേലും ശക്തികളും കൂടി ആഭിചാരം ചെയ്ത് ഈ ദേശത്തെല്ലാം ഈ മണ്ണിനകത്ത് പോലും ദുഷ്ടശക്തികളെ കൂട്ടുപിടിച്ച് ആഭിചാര ശക്തികൾ കത്തിച്ചതിന് ചാരം വെതറിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഈ മണ്ണ് പോലും കത്തി ശുദ്ധീകരിക്കപ്പെടാൻ പരിശുദ്ധ ദൈവം എന്താണ് ഇന്ന് രാത്രി ആ മേഖല പറയുന്നതെന്ന് അറിയില്ല. നീ ചിലടത്ത് കാലുകുത്തിയാൽ, നിന്റെ സ്തോത്രം അവിടെ നിന്ന് മുഴങ്ങിയാൽ ദേശം പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞ ദുഷ്ടപിശാച് അതിനകത്ത് ദുഷ്ടാത്മ വ്യാപാരങ്ങളെ കൂട്ടുപിടിച്ച് അന്ധകാര ശക്തികളുടെ ബലിപീഠങ്ങളിൽ നിന്ന് ചാരം വാരി എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരാധിക്കുമ്പോൾ അവിടെ സ്വർഗീയ അഗ്നി ഇറങ്ങി ആ ചാരം വീണ മണ്ണ് പോലും ഇന്ന് രാത്രിക്കാലം കത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്തുണ്ടാകട്ടെ. അത് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് സ്വർഗീയ അഗ്നിയെ പ്രതീക്ഷിക്കുന്നവർ. യേശുവിന്റെ നാമത്തിൽ എന്തൊക്കെ ചെയ്താൽ ഒരു മൂവ്മെന്റ് ഇല്ലാതെ വന്നോ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. വലിയ തടിലോറിക്ക് ഊട് വെച്ചതുപോലെ, വലിയ കല്ലെടുത്ത് വെച്ചതുപോലെ ഇനി മുന്നോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞ് ജാമാക്കി വെച്ചിരിക്കുന്ന വിഷയമുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം സ്വർഗീയ തീ ഇറങ്ങിയ മണ്ണിനെ കത്തുപിടിക്കട്ടെ. കർത്താവ് ചെയ്യുകയാ. യേശുവിന്റെ നാമത്തിൽ നീ ദൈവത്തോട് ചോദിച്ചത് യാഗവസ്തു ദഹിക്കണമെന്നാണ്. എന്നാൽ ഇന്ന് രാത്രി സ്വർഗ്ഗം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ചെയ്യുന്നവനാകയാൽ എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ. സ്വർഗം ചില നീ അറിയാത്ത രാവിലെ മുതൽ സ്വർഗം പറയുന്നു വിടുതൽ നടക്കുന്നത് ആത്മമണ്ഡലത്തിലാണെന്ന്. കാണാത്ത മേഖലയിൽ സ്തോത്രം അതുപോലും കത്തിച്ചു. ദൈവം അത് ചെയ്യും. ഓൺലൈനിൽ ആരെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ നീ ഇരിക്കുന്ന വീട്ടിൽ ദൈവത്തെ വിശ്വസിക്കുക. ആദ്യം കർത്താവ് പറയുന്നത് വിശ്വസിക്കുക. ഈ നല്ല ദൈവത്തെ കൂട്ടുപിടിക്കുക. അവൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തരാൻ പോവുക. ഈ വർഷം തീരുമ്പോൾ അടുത്ത കൊല്ലത്തേക്ക് ഒരു അഡ്വാൻസ് ആയിട്ട് ഞാനൊരു ന്യൂ ഇയർ മെസ്സേജ് ആക്കി തരാം. സ്തോത്രം. അടുത്ത വർഷം എൻ്റെ ദൈവം ചിലതെനിക്ക് ചെയ്തു തരും. ഞങ്ങൾ പലരും കൂടി നോക്കിയിട്ട്
സമർത്ഥന്മാരെല്ലാവരും കൂടി നോക്കിയിട്ട് ശക്തന്മാരെ കൂട്ടുപിടിച്ചിട്ട് 2025 നടക്കുമെന്ന് വിചാരിച്ചത് സംഭവിക്കാതെ പോയത് യേശു പറയുന്നു, ഞാൻ ചെയ്തു തരാം, ഞാൻ ചെയ്തു തരാം. ചുടാരബ ശന്തനാരകക്ഷസി ഹടഗജനാദരബ ശന്തരേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെയ്തു തരാം. സ്തോത്രം. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ പറയാം. ഏലിയാവിനെ ഞാൻ ഇവിടെ പറയാൻ കാരണം ഇതാണ്. സ്തോത്രം. ചില വിഷയങ്ങളൊക്കെ സ്തോത്രം ഏലിയാവ് മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥന ഒന്നിന് പുറകെ ഒന്നായി 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു, മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ട്. 7ാമത്തെ പ്രാവശ്യം കടലിലേക്ക് നോക്കാൻ വേണ്ടി പോയ ഭൃത്യൻ തിരിച്ചു വന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ കൈയിടത്തോളം ഒരു മേഘം പൊങ്ങുന്നത് ഞാൻ കണ്ടു. 3.5 കൊല്ലമായിട്ട് വരണ്ട് കിടക്കുന്ന മണ്ണിൽ ഒരു രാജ്യത്ത് മഴ പെയ്യാൻ ഒരു മനുഷ്യൻ്റെ കൈയോടത്തോളം വലിപ്പത്തിൽ മേഘം പൊങ്ങിയപ്പോൾ, ആകാശത്തേക്ക് കയറിയില്ല, കടലിൽ നിന്ന് പതുക്കെ പൊങ്ങിയപ്പോൾ ഏലിയാവ് പ്രാർത്ഥന നിർത്തി. സ്തോത്രം. കർമ്മേലിൻ്റെ അടിവാരത്തിൽ നിന്ന് എഴുന്നേറ്റ് പോന്നു. സ്തോത്രം. ഓക്കെ, ആകാശത്തേക്ക് കാർമേഘം കയറുന്നതിനേക്കാൾ മുമ്പ് കൈയോടത്തോളം വലിപ്പത്തിൽ മേഘം വന്നപ്പോൾ എന്ത് വിശ്വസിച്ചുകൊണ്ടാണ് പ്രാർത്ഥന നിർത്തിയത്? കാര്യം ഞാൻ പറയാം. 3.5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഏലിയാവ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഴ പെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ, മഴ പെയ്യുന്നതൊരു സിസ്റ്റമാണ്. ഇതിന് പുറകിലെല്ലാം ഒരു യാഥാർത്ഥ്യം. ഒരു പ്രാവശ്യം മഴ പെയ്തതും ഒരു പ്രാവശ്യം ആദാമിനെ മനുഷ്യനെ ഉണ്ടാക്കിയതൊക്കെ പിന്നീടൊക്കെ ദൈവം അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്തോത്രം. ഇപ്പം മഴ പെയ്യണമെങ്കിൽ കടലിൽ നിന്ന് കാർമേഘം മുകളിലേക്ക് കയറി മേഘപ്പാളികളിൽ തട്ടി നിന്നിട്ട് കാറ്റടിക്കുമ്പോഴാണ് മഴയായിട്ട് താഴെ വരുന്നത്. സ്തോത്രം. അങ്ങനെയാണ് മഴ പെയ്യുന്നത്. ദൈവമാണ് മഴ പെയ്യിപ്പിക്കുന്നത് ബൈബിളിലുണ്ട്. പക്ഷേ സത്യത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. 3.5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഏലിയാവ് ഈ കാര്യം പറയുമ്പോൾ, കടലിൽ നിന്ന് ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോകേണ്ട കാർമേഘം അല്ലെങ്കിൽ നീരാവി പോലെ പൊങ്ങേണ്ട ഈ വെള്ളത്തുള്ളികളെ അന്നത്തെ വാക്ക് കൊണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. 7 വട്ടം പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് മഴവില്ല് വിരിഞ്ഞില്ല, ഇടി മുഴങ്ങിയില്ല, ആകാശം മുഴുവൻ മേഘാവൃതമായില്ല. കൈയിടത്തോളം മേഘം പൊങ്ങി. കൈയിടത്തോളം മേഘം പൊങ്ങിയപ്പോൾ ഏലിയാവിന് മനസ്സിലായി ആ ജാമർ പൊട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. 3.5 കൊല്ലമായിട്ട് ബ്ലോക്കായി നിന്ന സൈക്ലിങ് റീസെറ്റ് ആയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് ചിലത് ചെയ്യാൻ പോകുകയാ. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാളുകൾക്ക് മുമ്പ് ബ്ലോക്കായി പോയ, ഹല്ലേലൂയ, നാളുകൾക്ക് മുമ്പ് ബ്ലോക്കായി പോയ ചില മേഖലകൾ, മേഘം പൊങ്ങിയെങ്കിലേ മഴ പെയ്യത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ആ അനുഗ്രഹ മഴയ്ക്ക് തടസ്സമായി താഴെ ആരോ ലോക്കിട്ടത്, താഴെ ആരോ ഇന്ന് രാത്രി പ്രാർത്ഥനയാണ് വിഷയം. ലളിതമായ വിഷയമാണ്. പക്ഷേ സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ഇവിടെ ആരോ പൂട്ടിയത്, ഇവിടെ ആരോ ജാമറ വെച്ചത്, ഇവിടെ ആരോ ബ്ലോക്ക് ചെയ്തത്, ഇവിടെ ആരോ ബാൻ ചെയ്തത്, അത് ഈ പ്രാർത്ഥനയുടെ 8ാമത്തെ രാത്രി ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ചിലർ ദൈവത്തെ കയറി പിടിക്കുമ്പോൾ ആ ജാമർ പൊട്ടുകയാണ്. യേശുവിന്റെ നാമത്തിൽ നീ പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടാകത്തില്ലെന്ന് കൂടെ കൂടെ നിനക്ക് തോന്നത്തക്ക രീതിയിൽ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ശരിക്കും ബ്ലോക്കാക്കിയ ചില ഇരുണ്ട ബ്ലോക്കുകൾ ഇന്ന് രാത്രി സ്വർഗം പൊട്ടിക്കുകയാണ്. ഒരു കൈയ്യടത്തോളം മേഘം പൊങ്ങിയാൽ നീ സ്വത്രം പറഞ്ഞേക്കണം. കാരണം എന്താ? ആ ബ്ലോക്ക് മാറിയിട്ടുണ്ട്. കരമടിച്ച് സ്വത്രം ചെയ്ത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾ കാഴ്ചക്കാരാകാതെ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ആരും ഒരു VIP ചമഞ്ഞിരിക്കാതെ കർത്താവ് ചിലത് ചെയ്യാൻ പോകുകയാണ്. സർവശക്തനായ ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് രാത്രി അത് സംഭവിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യാൻ പോകുകയാണ്. കർത്താവിന്റെ നാമത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥന ഫലിക്കുന്നത്? ഒരു സിസ്റ്റമാറ്റിക്കാണ്. അതാണല്ലോ ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുക. എനിക്കതേ പറയാനുള്ളൂ. നീ പ്രാർത്ഥിക്ക. സത്യത്തിൽ എൻ്റെ ദൈവമക്കളെ, നിങ്ങൾ തിരുവചനത്തെ അകമഴിഞ്ഞ് വിശ്വസിക്കുന്നെങ്കിൽ പറയാം, സത്യത്തിൽ നമുക്കെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, നമുക്കെതിരെ ഒരു തടസ്സം ഉണ്ടോ എന്നൊന്നും നമ്മൾ പോയി കൈനോട്ടക്കാരനെ പോലെ നോക്കേണ്ട ഒരു കാര്യം ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഇനി അത് നോക്കിയെങ്കിലേ നമുക്ക് ഉറക്കം വരുവുള്ളെങ്കിൽ ചില കാശ് കൊണ്ട് കൊടുത്ത് നോക്ക്, നല്ലത്. പക്ഷെ നേരാൻ ചൊവ്വേ ചിന്തിച്ചാൽ ഇതിൻ്റെ പുറകിൽ ഇനി എന്നാ പണി അണക്കിയിട്ടുണ്ടെങ്കിലും
ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ബ്ലോക്ക് പൊട്ടിക്കുക, മണ്ണ് കത്തിക്കുക, കാർമേഘം പൊക്കുക. അതിന്റെ പുറകിൽ ഇനി ആരുണ്ടെങ്കിലും അവൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ നീ തപ്പി നടക്കേണ്ട കാര്യമുണ്ടോ? മനസ്സ് മാറട്ടെ, ചിന്ത മാറട്ടെ. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ കുറെ കാര്യങ്ങൾ, വെറും വേസ്റ്റായ ചിന്തകൾ മാറിപ്പോട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു വാക്യത്തിൽ പോലും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. സ്തോത്രം. ആധുനിക കാലത്ത് വൈദ്യശാസ്ത്രം പറഞ്ഞു വിടുന്നത് പോലെ മൂന്നാം മാസം ചെക്കപ്പിന് വരണമെന്ന് പറയുന്നത് പോലെ 3 മാസം കൂടുമ്പോൾ കൂടോത്രം ചെയ്തിട്ടുണ്ടോ, കൈവശം ചെയ്തിട്ടുണ്ടോ എന്ന് പ്രാർത്ഥിച്ചു നോക്കണമെന്ന് ഒരു വാക്യം പോലും ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ കാണിച്ചു തന്നാൽ അടുത്ത പ്രസംഗത്തിൽ അതോടെ ചേർത്തേക്കാം. സ്തോത്രം. ഡോക്ടർ നിങ്ങളുടെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഏത് ആശുപത്രിയിലാണെങ്കിലും പറയും 6 മാസം കഴിയുമ്പോൾ ഒന്നോടെ വന്ന് ചെക്കപ്പ് ചെയ്യണം. അതുപോലെ 3 മാസം കൂടുമ്പോൾ ആരെക്കൊണ്ടെങ്കിലും പ്രാർത്ഥിപ്പിച്ച് നോക്കണമെന്നൊരു വാക്ക് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, സ്തോത്രം, സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന്. നമ്മൾ അത് ചെയ്യേണ്ടതിന് പകരം മറ്റത് തപ്പി നടന്നാൽ ദൈവപ്രവൃത്തി നടക്കുകയല്ല. സ്വർഗം പറയുന്നു, ഞാനാ ചിലത് ചെയ്തു തരുന്നത്. നീ പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, നിനക്കെതിരെ വെച്ചിരിക്കുന്ന കോൺക്രീറ്റ് ബീമുകൾ എത്ര വലുതാണെങ്കിലും അത് നീ നോക്കണ്ട. നീ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കമ്പിയുടെ വലിപ്പം നോക്കണ്ട. നീ അതിനകത്തിട്ടിരിക്കുന്ന ചാക്ക കുമ്മായത്തിൻ്റെയും സിമെന്റിൻ്റെയും കണക്ക് നോക്കണ്ട. നീ അതിൻ്റെ കട്ടിയും കനവും നോക്കണ്ട. നീ പ്രാർത്ഥിക്കുമ്പോൾ ഞാനാണത് പൊട്ടിക്കുന്നത്. അതാണ് സത്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഇന്ന് രാത്രി സഭയ്ക്കകത്ത് വന്നത് ഗുണമായി എന്ന് പറയാൻ, ദൈവവചനം കേൾക്കാൻ തുടങ്ങിയത് എന്റെ അന്ധത മാറി എന്ന് പറയാൻ സ്വർഗം ചിലരെ ഒരുപക്ഷെ ഇതിനകത്തായിരിക്കില്ല, ഓൺലൈനിൽ ആരെങ്കിലും ആയിരിക്കും, ഇതിനകത്തോ പുറത്തോ എവിടാണെങ്കിലും സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാനാ ചെയ്തു തരുന്നത്, നീയല്ല ചെയ്യുന്നത്. നീ പ്രാർത്ഥിക്കുകയും ഞാൻ ചെയ്യുകയും ചെയ്യും. അങ്ങനെയല്ലേ വാക്ക്? കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ കാര്യം എനിക്ക് ഈ മാസം തീരുന്നതിനേക്കാൾ മുമ്പ് ചെയ്തു തരണേ എന്നൊരപ്പനോട് മക്കൾ പറയുന്നത് പോലെ പറയുക. കർത്താവ് ചെയ്യാൻ തുടങ്ങുകയാണ്. സ്തോത്രം. കേൾക്കണേ, എങ്ങനെയാണ് ദൈവം അത് ചെയ്യുന്നത്? അതിന് മറ്റൊരു വാക്യം വായിക്കണം. എഫേസ് ലേഖനം 3-ാം അധ്യായം. എഫേസ് ലേഖനം 3-ാം അധ്യായത്തിനകത്താണ് പൗലോസാണ് ഈ ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. അദ്ദേഹം പ്രാർത്ഥനയുടെ അഗാധമായിരിക്കുന്ന മാർമികമായിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും അധികം കർത്താവിൽ നിന്ന് പ്രാപിച്ച് ദൈവസഭയ്ക്ക് തന്നത് അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹം എഫേസോസിലെ സഭക്കാരോട് പറയുന്നത് ഇതാണ്. 3:20 എഫേസ് ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ. ഈ വാക്യത്തിൽ വരയിടുന്നെങ്കിൽ ചെയ്യുവാൻ എന്ന വാക്കിൻ്റെ അടിയിൽ വരയിടണം. ഇന്നത്തെ പ്രസംഗത്തിൽ കംപ്ലീറ്റ് വരയ്ക്കണ്ട. സ്വത്രത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചൊരു വലിയ വാക്കാണ്. പക്ഷേ ഇന്നത്തെ ഒരൊറ്റ വാക്കാണെന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. വരയിടുന്നെങ്കിൽ ആ വാക്കിൻ്റെ അടിയിൽ വരയിട്ടാൽ മതി. ഏത് വാക്കിൻ്റെ അടിയിൽ? ചെയ്യുവാൻ. ചെയ്യുവാൻ. സ്വത്രം. ഹല്ലേലൂയ. പറയാനല്ല, ചെയ്യാൻ. ചെയ്യാൻ. ഇന്ന് രാത്രി ദൈവം പറയുന്നു, നീ ഇവിടെ വന്നത് ഒരു ഒപ്പീനിയൻ എടുക്കാനല്ല. സ്വത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു ആലോചന ചോദിക്കാനല്ല, അതിന് വന്നവരല്ല. പിന്നെയോ, ഞാൻ കർത്താവിൻ്റെ അടുക്ക വന്നത് ഞാൻ രക്ഷപ്പെടുമോ എന്നറിയാനല്ല, എനിക്ക് ഭാവിയുണ്ടോ എന്ന് നോക്കാനുമല്ല. അതിന് പറ്റിയ സ്ഥലമല്ല സഭ. നീ ഇവിടെ വന്നത് എനിക്ക് വേണ്ടി ആരും പ്രവർത്തിക്കാനില്ല, ചില കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് ഞാൻ തിരുവെഴുത്തിൽ കണ്ടു. തിരുവല്ലാന്ന് വന്ന ഒരു മനുഷ്യനാണത് ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ ഞാൻ വചനത്തിൽ നിന്നാണ് കാണിക്കുന്നത്. ഞാൻ വചനത്തിൽ കണ്ടു, എൻ്റെ നാമത്തിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ ആരെങ്കിലും അയക്കാമെന്നല്ല, ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞവൻ ലേഖനത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് ആ കാര്യം ഒരല്പം വിശദീകരിക്കുകയാണ്. നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ എന്ന് പറഞ്ഞാൽ എന്താ? അത് പ്രാർത്ഥനയുടെ മറ്റൊരു ഭാഷയല്ലേ? അല്ലേ? ആരോട് ചോദിക്കുന്ന കാര്യം? ദൈവത്തോട് ചോദിക്കുന്ന കാര്യമല്ലേ? സ്തോത്രം. എഫേസ് ലേഖനത്തിൻ്റെ പ്രത്യേകത ആദ്യത്തെ 3 അധ്യായങ്ങൾക്കകത്തെല്ലാം ദൈവം നമുക്ക് വേണ്ടി നമ്മൾ പോലും അറിയാതെ ചെയ്ത കാര്യങ്ങളാണ് 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെ.
എത്ര കാര്യങ്ങളാണെന്നറിയാമോ? നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, നമ്മൾ കാശ് കൊടുത്താലും പറ്റുകയില്ല, നമ്മുടെ തറവാട് വിറ്റാൽ പോലും നടക്കുന്ന കാര്യമല്ല ഈ 3 അധ്യായത്തിൽ ദൈവം ചെയ്തത്. സ്തോത്രം. പിന്നീട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, ഒരു ഹോംവർക്ക് ചെയ്താൽ മതി. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കിടയിൽ അവിടെ ഞാൻ ഒരു ക്ലൂ തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ 1-ാം അധ്യായത്തിനകത്തൊക്കെ എഴുതിയിരിക്കുന്ന ദൈവം ചെയ്തു കഴിഞ്ഞ കാര്യങ്ങൾ 1:3. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ അനുഗ്രഹിക്കാമെന്നല്ല, അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം അത് ചെയ്തു കഴിഞ്ഞു. വീണ്ടും ജനിച്ച് കൃപയിലേക്ക് വന്ന് ദൈവത്തെ അപ്പാന്ന് വിളിക്കാനുള്ള യോഗ്യത ഉണ്ടായ അന്ന് തന്നെ ദൈവം നിങ്ങളെ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹത്താൽ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല, അനുഗ്രഹിച്ചിരിക്കുന്നു. അത് നടന്നു കഴിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹം ഇനി അനുഗ്രഹം എത്ര സൈസ് ഉണ്ടെന്ന് പഠിക്കണം കേട്ടോ. അതിനകത്ത് ഒന്നാണ് സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹം. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാൻ നോക്കിയാൽ ഞാൻ ഈ പ്രസംഗം വേറെ വഴിക്ക് തിരിച്ചു വിടണം, ഞാനത് പറയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത് ഒക്കെ എഴുതിയിരിക്കുന്ന പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നതൊക്കെ എങ്ങനെയാണ്? സ്തോത്രം. അവിടെ വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു, ദൈവത്തിൻ്റെ കൃപ നമുക്ക് തന്നു, നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ പരിശുദ്ധാത്മാവിൽ നിറച്ചു. സ്തോത്രം. പിന്നെ മുദ്രയിട്ടു. അങ്ങനെ 2:7 വരുമ്പോൾ നോക്കി, ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നല്ല, സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഇരുത്തിയേക്കാന്നല്ല. അതുകൊണ്ടാ പറഞ്ഞ 3 അധ്യായത്തിനകത്ത് ഇറ്റ് ഈസ് കംപ്ലീറ്റഡ്. ഞാൻ ചെയ്തു കഴിഞ്ഞു. സ്തോത്രം. മനസ്സിലാകുന്നു? ചെയ്തു കഴിഞ്ഞു. എൻ്റെ എളിയ പഠനത്തിനകത്ത് എനിക്ക് തോന്നുന്നു 17 കാര്യങ്ങളാണ് 3 അധ്യായത്തിൽ ദൈവം നമ്മൾ ചോദിക്കാതെ വിശ്വാസത്തിലേക്ക് വന്നാൽ, രക്ഷിക്കപ്പെട്ടാൽ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ആ സമയത്ത് നിന്നിൽ ഓപ്പൺ ആകുന്ന 17 മെഗാ പ്രോജക്റ്റുകളാണ് 3 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അത് വീട്ടിൽ പോയി നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, ഓരോന്ന് എഴുതിയിട്ട് പഠിച്ചാൽ മതി. സ്തോത്രം. അത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി 4, 5, 6 അധ്യായങ്ങൾ വീട്ടിൽ പോയി വായിക്കുവാണെങ്കിൽ ആ അധ്യായത്തിൻ്റെ പ്രത്യേകത, ഈ ദൈവത്തിന് വേണ്ടി 10 ദിവസം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റിയാൽ നാം ചെയ്യേണ്ട കാര്യങ്ങളാണ് 4, 5, 6 അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. എല്ലാം ചെയ്യുന്ന പ്രേരണ എന്ന് വെച്ചാൽ, കോപിച്ചാൽ പാപം ചെയ്യരുത്, കൂട്ടുകാരനോട് കള്ളം പറയരുത്, ജാതികളെ പോലെ അന്ധബുദ്ധികളാകരുത്. അപ്പോൾ ആകരുത്, ചെയ്യരുത്, ചെയ്യണം എന്ന് രക്ഷിക്കപ്പെട്ടവരോട് പറയുന്ന അധ്യായങ്ങളാണ് 4, 5, 6. ഏകദേശം 30-ൽ പരം 32ഓളത്തോളം ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എഫേസ്യ ലേഖനത്തിൽ വാക്യം പ്രസംഗിക്കാനല്ല നിൽക്കുന്നത്, അതുകൊണ്ട് അത്രയും ഞാൻ സ്തോത്രം സ്റ്റഡി ചെയ്തല്ല. എങ്കിലും ഞാൻ ഇതൊക്കെ പഠിച്ച് കുറിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് 32ഓളത്തോളം കൂട്ടം കാര്യങ്ങളാണ് ഈ ലേഖനത്തിനകത്ത് ചെയ്യണം, ചെയ്യരുത്, ഇങ്ങനെ ആയിരിക്കണം എന്ന് വിശ്വാസിയോട് പറയുന്നത്. അപ്പൊ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവനാമത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതും, ഇങ്ങനെയുള്ള 2 കാര്യങ്ങളാണ് ഈ ലേഖനത്തിനകത്ത്. ഈ 2ലും പെടാത്ത 2 വാക്യമാണ് 3:20, 21. സ്തോത്രം. അത് വേറൊരു പാക്കേജാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, 2 പീസ് ബ്രെഡിൻ്റെ ഇടയിൽ ഒരു ബട്ടർ പീസ് വെക്കുന്നത് പോലെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതിൻ്റെയും ചെയ്യാനിരിക്കുന്നതിന് ദൈവത്തിന് സന്നിധിയിൽ ചെയ്യേണ്ടതുമായ കാര്യത്തിന് ഇടയിൽ വെച്ചിരിക്കുന്ന തേച്ചിരിക്കുന്ന ജാമുണ്ടല്ലോ, അങ്ങനത്തെ ഒരു പീസ്, ഒരു ചെറിയ ഭാഗമാണ് 20, 21. എന്താ അവിടെ പറയുന്നത്? നിനക്ക് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, നീ പോലും അറിയാതെ. നീ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ നിനക്ക് വേണ്ടി ഞാനിതെല്ലാം കരുതിയിട്ടുണ്ട്. ഇനി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിനക്ക് ആവശ്യങ്ങളുണ്ടാകാം, ബുദ്ധിമുട്ടുകൾ വരാം. മക്കളുമായി ജീവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യങ്ങൾ വരാം, കുടുംബജീവിതത്തിൽ ആവശ്യങ്ങൾ വരാം. അങ്ങനെ ഒരു ആവശ്യമുണ്ടായാൽ മിണ്ടിപ്പോകരുത് എന്നല്ല പറഞ്ഞത്. ആണോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നത്തില്ലെന്ന് എനിക്കറിയാം. ഞെട്ടിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഭാഷ പരിഹരണം എനിക്കറിയാം. പിന്നെ എന്താ പറഞ്ഞത്? അങ്ങനെ ഒരാവശ്യം ഈ മണ്ണിൽ വെച്ചുണ്ടായാൽ നീ ആരുടെയും പുറകെ ചോദിക്കാൻ പോകണ്ട, നീ എന്നോട് ചോദിക്കേ. അങ്ങനെ ആ വാക്യത്തിനകത്തില്ല. പക്ഷെ നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾ അണ്ടർസ്റ്റുഡ്, നമ്മൾ മനസ്സിലാക്കണമല്ലോ, ഇത് പിന്നെ ആരോടെ ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ആങ്ങളുടെ വീട്ടിൽ പോയി ചോദിക്കുന്ന കാര്യമാണോ?
ആണോ? തലയെങ്കിലും ഒന്നാട്ട് ആണോ? ഈ ചോദിക്കുന്നതിനേക്കാൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആരുടെ വീട്ടിൽ പോയി ചോദിക്കുന്ന കാര്യ? ഇവിടുത്തെ ഏതെങ്കിലും ബ്ലേഡ് പലിശയ്ക്ക് പണം കൊടുക്കുന്നവൻ്റെ അടുക്ക് പോയി ചോദിക്കുന്ന കാര്യമാണോ? അല്ല, പിന്നെ ആരുടെ അടുത്ത്? ദൈവത്തിൻ്റെ അടുക്കൽ. അപ്പൊ വിശ്വാസ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് നിനക്ക് ആവശ്യങ്ങളുണ്ടാകും. പിള്ളേർ ജനിക്കുമ്പോൾ, അവരെ പഠിപ്പിക്കാൻ പോകുമ്പോൾ, അവർ അഡ്മിഷൻ എടുക്കുമ്പോൾ, ഒരു വീട് വെക്കേണ്ടി വരുമ്പോൾ, തിരക്കുള്ള ലോകത്ത് ജീവിക്കേണ്ടി വരുമ്പോൾ നിനക്ക് ആത്മീകമായിട്ടും ഭൗതികമായിട്ടും ആവശ്യങ്ങളുണ്ടാകും. നീ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ, നീ ഒരു കർത്തൃദാസനായി ഇരിക്കുമ്പോഴൊക്കെ ആവശ്യങ്ങളുണ്ടാകും. ഒരു സഭയായി കൂടി വരുമ്പോൾ ആവശ്യങ്ങളുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊന്നും ചോദിച്ചുകൊണ്ട് ഈ പഠിക്കൽ വന്നേക്കരുത് എന്നല്ല ദൈവം എഴുതി വെച്ചത്. നീ ചോദിക്കാതെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നിനക്കൊരാവശ്യം ഉണ്ടെങ്കിൽ നീ ആരുടെ അടുക്കലും പോകണ്ട, എന്നോട് ചോദിച്ചോളണം. എന്നോട് ചോദിച്ചോളണം. മിണ്ടാതിരിക്കണം എന്നല്ല, വലിയ VIP ആയിട്ട് വിശുദ്ധം കളിക്കണം എന്നല്ല. എനിക്കൊരാവശ്യം ഉണ്ടോ, ഞാൻ ആരോട് ചോദിക്കും? ദൈവത്തോട് ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ നീ എൻ്റെ മകനായിരിക്കയാൽ, നീ സ്വത്രം എൻ്റെ രക്തത്താൽ വീണ്ടെടുത്തവനായിരിക്കയാൽ, ഞങ്ങൾ കമ്മിറ്റിയൊക്കെ കൂടി നീ യോഗ്യനാണോ എന്ന് നോക്കട്ടെ എന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. ഉണ്ടോ? ഇല്ല. സ്വത്രം സഭയോടെ എഴുതിയിരിക്കുന്നത്, സഭയ്ക്ക് എഴുതിയിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് നീ ചോദിക്കുമ്പോൾ, നീ ചോദിക്കുന്നതിനേക്കാൾ, നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ചെയ്യാൻ. ഹല്ലേലൂയ. സഭ 21 ദിവസം ദൈവത്തിന്റെ പാദപീഠത്തിൽ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി, ഫോർമാലിറ്റിക്ക് വേണ്ടി ശ്രോത്രാലയെ കൂടി വരുന്നതല്ല. ദൈവത്തോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ. അതിനാണ് നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ പാസ്റ്റർ ഷാജി എംബോളിന്റെ പ്രസംഗം ഇതിനകത്തൊരു കൊച്ചു ഘടകം മാത്രമാണ്. എന്നാൽ ഞാൻ ഈ ഉറച്ച ശബ്ദത്തോട് ആത്മാവിൽ വിളിച്ചു പറയുന്നത്, യോഗം കഴിയുമ്പോൾ എന്നോട് പറയാനല്ല, നിങ്ങളുടെ പാസ്റ്ററോട് പറയാനല്ല, പിന്നെയോ നിന്റെ ഉടയവനോട് പറയാൻ. അവനോട് ചോദിക്കുമ്പോൾ, നീ ചോദിക്കുന്നത് മാത്രമല്ല, നീ ആ സമയത്ത് നിന്റെ മനസ്സിലൂടെ ചിന്തിക്കുന്ന ചിന്തകൾ പോലും, നനയ്ക്കുന്നത് പോലും അതിനേക്കാൾ അധികമായി ചെയ്തു തരാൻ. ആ വാക്യത്തിൻ്റെ സിൻസിയാരിറ്റി, ആത്മാർത്ഥത മനസ്സിലാകുന്നുണ്ടോ? നിനക്കൊത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തു തന്നില്ലേ? വിലപിടിപ്പുള്ള പലതും ആത്മീകമായി ചെയ്തു തന്നില്ലേ? ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആരോടും ചോദിക്കരുത്. സ്തോത്രം. ദൈവത്തോട് ചോദിക്കണം. ആദ്യം പറഞ്ഞ വാക്ക് ഞാൻ ജീവിതത്തിൽ ആദ്യമായി പറയുന്നതാണ്. ദൈവം തീ ഇറക്കാൻ ആഗ്രഹിക്കുമ്പോൾ നീ അതിൻ്റെ അടിയിൽ കരിയിലും ചൂട്ടും കടലാസൊന്നും വാരി വെക്കരുതെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. നീ തീ പിടിപ്പിക്കാൻ വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യരുത്. നീ വെള്ളം കോരി ഒഴിച്ച് വഴി അങ്ങ് അടച്ചേക്കണം. സർവശക്തനാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ മീതെ കയറി ചെയ്തോളും. സ്തോത്രം. ഹല്ലേലൂയ. ചുമ്മാ വഴി ഉണ്ടാക്കി വെക്കരുത്. ദൈവം ചെയ്തോളൂ. ആരുടെയും കാല് പിടിക്കാൻ പോകരുത്. 5 രൂപയുടെ സ്റ്റാമ്പ് പോലും ഒട്ടിച്ച് ഒരിടത്തും കൊടുക്കാൻ പോകരുത്. സ്വർഗമാണ് ചെയ്യേണ്ടതെങ്കിൽ എൻ്റെ ദൈവം ചെയ്തോളൂ. ദൈവം ചെയ്തോളും. ദൈവം ചെയ്തോളും. ദൈവം ചെയ്തോളും. സ്തോത്രം. പ്രാർത്ഥിച്ചാൽ ദൈവം ചെയ്തോളും. അത്ര വിശ്വാസമുള്ളവരുടെ രാത്രിയായത്. അവരെ ഇന്ന് രാത്രി വന്നിട്ടുള്ളൂ. സ്വർഗം പറയുന്നു, ഞാൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ. താൻ പാതി ദൈവം പാതി അല്ല. ഇവിടെ ഞങ്ങളോട് പ്രാർത്ഥിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം ദൈവമാണ് ചെയ്യുന്നത്. ഇന്ന് രാത്രി ഇവിടെ അത് സംഭവിക്കുക. ഇനി എങ്ങനാ ചെയ്യുന്നേ? ദൈവം എങ്ങനാ ചെയ്യുന്നേ? സ്വർഗം ചെയ്യുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാര്യം ദൈവസന്നിധിയിൽ ചോദിക്കുമ്പോൾ, ആ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ചെയ്യുവാൻ ചുമ്മാ തളർന്ന് കഞ്ഞി കുടിക്കാതെ പറയും പോലെ പറയാതെ ചെറിയ ആരോഗ്യത്തോടെ പറ. വല്ലതും നടക്കണമെങ്കിൽ ആ വാക്യത്തിൻ്റെ ഏറ്റവും ഊന്നൽ കൊടുക്കേണ്ട വാക്കാണത്. സ്തോത്രം. സംശയിച്ചപ്പോൾ കോപ്പി അടിച്ചിട്ട് പിള്ളേരെ പിടിച്ചിട്ട് സാറ് ചോദിക്കുമ്പോൾ മറുപടി പറയുന്ന കണ്ടിട്ടുണ്ടോ? അതുപോലെ പറയരുത്. ഇത് ആഠ്യത്വത്തോടെ പറയണം. കാരണം എന്താ? അതിനകത്ത് ഏറ്റവും ഇംപ്രസീവായിരിക്കുന്ന വാക്കാണ് ചെയ്യുവാൻ. ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചതിനേക്കാൾ അപ്പുറം ചെയ്യാൻ പറയാനല്ല, അഭിപ്രായം പറയാനല്ല, വേറെ ഒരു സ്ഥലം കാണിച്ചു തരാനല്ല,
ആരുടെങ്കിലും 10 ഡിജിറ്റൽ ഫോൺ നമ്പർ തരാനല്ല. ഞാൻ ചോദിക്കുന്നത് ചെയ്യാൻ. എനിക്ക് ആ വാക്കിന്റെ ശക്തിയെ ഇന്ന് രാത്രിക്കാലം, കൊച്ചൊരു വാക്കാന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ സ്തോത്രഹല്ലേലൂയ, വലിയ ഗംഭീര സംഭവം ഒന്നും ഈ രാത്രിയില്ല. സ്തോത്രം. പക്ഷെ ഈ രാത്രി കൊച്ചൊരു വാക്കിലൂടെ സ്വർഗം എന്തോ ചെയ്യാൻ പോവാ. സഭ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ചെയ്യാൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന, അല്ലേ സ്തോത്രം, നമ്മിൽ വ്യാപരിക്കുന്ന, നിങ്ങളിലല്ല സ്തോത്രം ചെയ്യുവാൻ, നമ്മിൽ വ്യാപരിക്കുന്ന, നമ്മിൽ എന്നെഴുതിയിരിക്കുന്ന വാക്കാരെ ഉദ്ദേശിച്ച സഭ. അവിടെ പറയുമ്പോൾ അതൊക്കെ നമ്മളങ്ങ് ഗ്രഹിച്ചേക്കണം. പഠിച്ചു പോകണം ആ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ പിന്നെ അങ്ങ് മനസ്സിൽ കയറിക്കോളും. നമ്മിലൊന്നും ഉദ്ദേശിച്ചത് അപ്പോസ്തലന്മാരും കെടികെട്ടിയ നേതാക്കന്മാരും വലിയ VIP അവരെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. പൗലോസ് ഇവിടെ ഞങ്ങളിൽ നിന്നല്ല, നിങ്ങളിൽ നിന്നല്ല, നമ്മിൽ എന്ന് പറഞ്ഞാൽ സഭ. ഞാനും നിങ്ങളും അടങ്ങുന്ന, പൗലോസും വിശ്വാസികളും അടങ്ങുന്ന ദൈവത്തിന്റെ സഭ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ചെയ്യാൻ സഭയിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. അപ്പൊ ആരാ ചെയ്യുന്നേ? മൈക്കെടുത്തതിനെ അറിയും കേട്ടോ. സ്വത്രം. ആ പറഞ്ഞത് അതുപോലെ ചുമ്മാ അങ്ങനെ പറയാനായിരുന്നെങ്കിൽ അതാ. ദൈവം ചെയ്യുമെന്ന് പറയാനാണെങ്കിൽ നിങ്ങൾ ഉപവാസം വെക്കണ്ടായിരുന്നു. സ്വത്രം. ഈ രാത്രി നാളെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് രാത്രി ന്യൂസും കേട്ടോണ്ട് അവിടെ കിടന്നാൽ മതിയായിരുന്നു. ഈ രാത്രി ഇത്രയും നല്ലൊരു യോഗത്തിൽ ഇത് പറയുന്നത് അതിൻ്റെ ഉള്ളറകൾ അറിഞ്ഞ് വേണം ഇന്ന് രാത്രി പോകാൻ. നീ പ്രാർത്ഥിക്കുമ്പോൾ ആരാ ചെയ്യുന്നത്? ആ വാക്യത്തിൽ പറയുന്നു, ഇത് ഇൻഡിവിജ്വൽ അല്ല, സഭ എന്ന യൂണിറ്റ് ആണ്. സഭ കൂടിയിരുന്ന ഒരു കാര്യം ദൈവത്തോട് ചോദിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അത് അക്സെപ്റ്റ് ചെയ്ത് അത് സ്വീകരിച്ചിട്ട് അതിന് മറുപടിയാകുമ്പോൾ അത് ചെയ്തു തരുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ പ്രസംഗിക്കാൻ വന്നവരല്ല, ഈ സഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ആ ശക്തിയാൽ കഴിയുന്നവന്. ഇപ്പോൾ ഇന്ന് രാത്രി കേട്ടോളണം, പ്രാർത്ഥിക്കുന്നവൻ അതിൻ്റെ മറുപടി ചെയ്തു കൊടുക്കാൻ. യേശു പറഞ്ഞു, എന്നോട് ചോദിച്ചോ ഞാൻ ചെയ്തു തരാം എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് വൈകുന്നേരം സ്തോത്രഹല്ലേലൂയ ചെയ്യാൻ വേണ്ടി മുണ്ടും മടക്കൂത്തി, എൻ്റെ ദൈവം അങ്ങനെ പറയാൻ പാടില്ല, സ്തോത്രം വരികയല്ല. പിന്നെ അതിനൊക്കെ ഉണ്ട്. അതേ പറഞ്ഞു, ഇവിടെ സിസ്റ്റമാറ്റിക് ആയിരിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെയുണ്ട്. പ്രാർത്ഥന സ്വർഗത്തിലെത്തിയാൽ, ദൈവം അത് അനുവദിച്ചാൽ, എൻ്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നു, 21-ാം തീയതി തീരുന്നതിനേക്കാൾ മുമ്പ് ഒരുപക്ഷെ 10 കോടി രൂപ കൊണ്ട്, ഞാൻ മൂല്യം പറയുന്നത് പൈസയല്ല പറയുന്നത്, അത്ര മൂല്യമുള്ളൊരു സംഭവമാണ്. അത് ചെയ്തു കൊടുക്കണമെന്ന് സ്വർഗം നിശ്ചയിച്ചാൽ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇവിടെ ഇടപെടുന്നത് ആരാന്നറിയാമോ? ഇവിടെ ഇടപെടുന്നത് സ്വർഗീയ ശക്തിയാണ്. അസ്ഥികളുടെ ഇടയിലേക്ക് വ്യാഖ്യാനിച്ചു പറയുകയാണെങ്കിൽ, കാറ്റേ ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് ഈ അസ്ഥികളുടെ മേൽ ഊതുക എന്ന് പറഞ്ഞത് തെന്നിക്കാറ്റിനോടോ വടക്കൻ കാറ്റിനോടോ അല്ല. നിങ്ങൾക്കറിയാം, പരിശുദ്ധാത്മാവാണത്. ആ ആത്മശക്തി ഉണങ്ങിയ അസ്ഥികളുടെ മേൽ വ്യാപരിച്ചപ്പോൾ ഒരു ദൈവദാസനെ ഇറക്കി വിട്ട് അവൻ അത് വിളിച്ചു പറഞ്ഞ് അതിനകത്ത് വ്യാപരിച്ച അതിനെ സൈന്യമാക്കിയതാണ് ഈ ശക്തിയെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ആ ശക്തിയാണ് ചെയ്തു വരുന്നത്. ആ ശക്തിയാ ചെയ്തു തരുന്നത്. സ്തോത്രം. അതുകൊണ്ടാ പറയുന്നത്, ഈ ശക്തി വ്യാപരിക്കുന്നിടത്ത് വേണം കൂട്ടായ്മ ആചരിക്കാൻ. ഈ ശക്തി വ്യാപരിക്കുന്നിടത്ത് വേണം മെമ്പർഷിപ്പ് എടുക്കാൻ. അല്ലാതെ 21 നടക്കുമ്പോൾ മാത്രം ഇവിടെ വന്ന് സ്തോത്രം മീൻ വെള്ളം കുടിക്കാൻ വേണ്ടി മുകളിൽ വരുന്ന കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ പറയും വരാല് വെള്ളം കുടിക്കും. വരാലെന്ന് പറയുന്നൊരു മീനാ. സ്തോത്രം. ഇപ്പോഴൊന്നും വരികയല്ല, വല്ലപ്പോഴും മാത്രം മുകളിൽ നിന്ന് പ്ലക്കെന്ന് ഒരു അടി അടിച്ചിട്ട് പോകും. എന്നതുപോലെ ഉപവാസം വയ്ക്കുമ്പോൾ മാത്രം മുകളിൽ വന്നിട്ട് പ്ലക്കടിച്ചിട്ട് പോകരുത്. ആത്മാവ് വ്യാപരിക്കുന്നിടത്ത് അതിനകത്ത് നിന്നാൽ ഈ ശക്തിയാ ചെയ്തു തരുന്നത്.
സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം മനസ്സുകൊണ്ട് തീരുമാനിച്ചു, ഇനി ബാക്കി ആയുസ് ജീവിക്കുവാണെങ്കിൽ പരിശുദ്ധാത്മാ ശക്തി വ്യാപരിക്കുന്നത് എവിടാണോ അതിന്റെ നടുവിൽ ജീവിക്കണം. ആത്മാവിന് സ്വാതന്ത്ര്യമുള്ളിടത്ത്, ആ ശക്തി വ്യാപരിക്കുന്നിടത്ത്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കുന്നിടത്തല്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നിടത്തല്ല. നിങ്ങളുടെ വാക്ക് കണ്ടല്ലോ, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നിടത്ത്. സ്തോത്രം, മനസ്സിലാവുന്നുണ്ടെന്ന് എൻ്റെ വിചാരം. ആത്മാവിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ആത്മാവ് വ്യാപരിക്കുന്നില്ല. ആത്മാവിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നിടത്തെല്ലാം ആത്മാവ് വ്യാപരിക്കുന്നില്ല. ആത്മാവിനെ കുറിച്ച് ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നിടത്തെല്ലാം ആത്മാവ് വ്യാപരിക്കുന്നില്ല. ആത്മാവിനെ വ്യാപരിക്കാൻ അനുവദിക്കുന്ന ആത്മീക കൂട്ടായ്മയ്ക്കകത്ത് കയറി വരാൻ ഭാഗ്യം ലഭിച്ചത് ഗുണമായെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. ചുമ്മാ ഇരിക്കുമ്പോൾ ഇത് വ്യാപരിക്കത്തില്ല. നിങ്ങൾ ആത്മാവിനെ ഹൃദയം കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാവിനെ കെടുത്താതെ ആത്മാവിനെ വ്യാപരിക്കാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ ശുശ്രൂഷയിൽ ഈ മർമ്മങ്ങളൊക്കെ വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചതിന് ശേഷം ഞാൻ ദൈവത്തോട് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കും, ദൈവമേ, പറയാൻ കൊണ്ടുപോകുന്നത് മുഴുവനൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കണമേ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി അവസാനം ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കണമേ. എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ, എൻ്റെ വീടിനകത്ത് പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കണമേ. എത്ര പേര് കേട്ട് സ്വത്രം പറയുന്നുണ്ട്? പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം, വ്യാപരിക്കണം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബുദ്ധിയിൽ കരുതി വെച്ചാ പോരാ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് തർക്കിക്കാൻ പഠിച്ചാ പോരാ. പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ആ ശക്തിയെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പഠിച്ചാ പോരാ. പരിശുദ്ധാത്മാവിനെ വ്യാപരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ പറയാൻ പറ്റുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിക്കാലം അതിന് സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലത്ത് എന്നെയും പിള്ളേരെയും കൊണ്ട് കയറ്റിയല്ലോ എന്നോർത്ത് നന്ദി പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അതിനൊക്കെ ആരാധിക്കേണ്ടത്, അതിനൊക്കെ ആരാധിക്കേണ്ടത്. കർത്താവേ, ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു, എങ്ങോട്ടോ പോകണ്ടെന്ന് അറിയില്ലായിരുന്നു, സത്യം വെളിപ്പെട്ട കാലത്ത് ആരുടെ കൂടെ പോകുമെന്ന് അറിയില്ലായിരുന്നു, പല സ്ഥലങ്ങളിൽ പോയവരായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? ശരിക്കും പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നിടത്ത് ഞങ്ങളെ കൊണ്ട് കയറ്റിയല്ലോ. ആത്മാവ് വചനം പറയുമ്പോഴും പാട്ട് പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ഒരൊറ്റ മുതൽ ഇതിനകത്തിരിക്കുന്ന മുഴുവൻ ആളുകളുടെ മേൽ ആത്മശക്തി വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി സഭയാം ശരീരത്തിന്റെ മേൽ, ഓരോരുത്തരുടെ മേൽ ദൈവത്തിന്റെ ആത്മാ വ്യാപാരം വ്യാപരിക്കട്ടെ. എന്തിനെന്ന് ചോദിച്ചാൽ സഭയ്ക്കകത്ത് ചില വിഷയങ്ങൾ നടക്കത്തില്ലെന്ന് ശത്രു വെല്ലുവിളിച്ച കാര്യങ്ങൾ നടത്തി തരുന്നത് ഈ ശക്തിയാണ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ചെയ്തു തരുന്നവൻ, ചെയ്തു തരുന്നവൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തിരുന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യേശു പറഞ്ഞു, ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും, ചില കാര്യങ്ങൾ ബോധം വരുത്തും. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ പറഞ്ഞു തരും. പഴയ നിയമം പറയുന്നു, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്ന് പറയും. നിന്റെ ഹല്ലേലൂയ, നിനക്ക് വഴി പറഞ്ഞു തരുന്നവൻ മറഞ്ഞിരിക്കുകയല്ല, അത് പറഞ്ഞു തരും. പക്ഷെ കർട്ടന്റെ പുറകിലിരുന്ന സംവിധായകൻ പറഞ്ഞു തരും പോലെ പറഞ്ഞു തരുന്നവൻ മാത്രമല്ല പരിശുദ്ധാത്മാവ്. പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പറഞ്ഞു തരൽ നിർത്തും, ചെയ്തു തരൽ തുടങ്ങും. ഞാൻ നിങ്ങളോട് പറയും, ഈ ഓൺലൈനും കൂടി ഉള്ളതിന് കൊണ്ടൊരു പ്രശ്നമുണ്ട്. ഇതിനകത്തിരിക്കുന്നവർക്ക് വേണ്ടെങ്കിൽ ഓൺലൈൻകാർ കൊണ്ടുപോകും. കയ്യിലെടുത്ത് ബനിയൻ ഇട്ടുകൊണ്ട് ഒത്തിരി പേര് വീട്ടിലിരിക്കുന്നുണ്ട്. ഇതിനകത്ത് മെനക്കെട്ട് ഡീസലും കത്തിച്ച് വരുന്നവന് വേണ്ടെങ്കിൽ വീട്ടിൽ സ്വത്രം ബനിയൻ ഇട്ടുകൊണ്ടിരിക്കുന്നവൻ കൈയടിച്ച് മേടിച്ചുകൊണ്ട് പോകും. സ്വത്രം ഈ കാലത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വെറുതെ വൈകുന്നേരം എണ്ണയും തേച്ച് പൗഡർ ഇട്ട് വന്നിരുന്നിട്ട് ഒന്നും കിട്ടാതെ പോയി ഇവിടെ വന്നിട്ട് ഒരു മെനക്കേടുമില്ല, സ്വോത്ര കാഴ്ചയില്ല, കുളിക്കുക പോലും ചെയ്യാതെ
വീട്ടിലിരുന്ന് സ്വോത്രം ചെയ്തവൻ സംഭവം കൊണ്ട് പോയി. ആ ഗതികേട് വരരുത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മളാ യോഗം വെച്ചത്, നമ്മളാ ഉപവാസം എടുക്കുന്നത്, നമ്മളാ കണ്ണീരൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്തത് വ്യാപരിക്കണം. അവരാ കൂടെ, നമ്മുടെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവർ, അവരാ കൂടെ ഇതിനകത്ത് അനുഗ്രഹിക്കപ്പെട്ടു പോട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാം അവസാനിച്ചെന്ന് പറയുമ്പോൾ ഇനി കൂടുതൽ ക്ലാസ് ഒന്നുമല്ല. ഇതൊക്കെ വേണം, ഒരു കാലഘട്ടം അറിയണം, പഠിക്കണം, അതെല്ലാം വേണം. പക്ഷേ ഇനി എന്റെ ബുദ്ധിക്കകത്ത് സ്ഥലമില്ല, ഇനി എന്റെ ബുദ്ധിക്കകത്ത് യാതൊരു സാധ്യതയില്ല. ആ സമയത്ത് ദൈവത്തിന്റെ പാദപീഠത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരൽ നിർത്തിയിട്ട് ചെയ്തു തരൽ ആരംഭിക്കുമെന്ന് ഇന്ന് രാത്രി ക്രൈസ്റ്റ് സെന്ററിനോട്, ഇവിടെ വന്നിരിക്കുന്നവരോട് സ്വർഗത്തിലെ ആത്മാവ് അരുളി ചെയ്യുന്നു. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ പറ്റും? ഈ രാത്രി മുതൽ എന്റെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ തുടങ്ങുക. പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലേ ചെയ്തു തരാൻ തുടങ്ങത്തുള്ളൂ. സ്തോത്രം. കേൾക്കുന്നുണ്ടല്ലോ? എത്ര ബിസിയാന്ന് പറഞ്ഞാലും, എന്നാ തിരക്കാന്ന് പറഞ്ഞാലും, വേദപുസ്തകത്തിൽ വിവേകമുള്ളവരെല്ലാം എത്ര തിരക്കാണെങ്കിലും പോയിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എന്താ? പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാ ചെയ്തു തരാൻ ആരംഭിക്കുന്നത്. തെളിവ് പൗലോസും ശീലാസും കൂടി അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ തന്നെ കൃത്യമായ ഗൈഡൻസ് അനുസരിച്ച് ഒരു ഹല്ലേലൂയ മക്കദോന്യൻ വിളി അനുസരിച്ച് പോയി ഒരു ചന്തസ്ഥലത്ത് വെച്ച് യേശുവിനെ പ്രസംഗിക്കുന്നു. ഒരു വെളിച്ചപ്പാടത്തെ സ്ത്രീയോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്കറിയാം. 16-ാം അധ്യായത്തിൽ പ്രശ്നത്തിലെത്തുന്നു, പിടിക്കപ്പെടുന്നു, ചന്തസ്ഥലത്തൂടെ വലിച്ചഴക്കപ്പെടുന്നു. കോലുകൊണ്ട് പൗലോസിനെ പാമ്പിനെയും പട്ടിയെയും തല്ലുന്നത് പോലെ കർത്തൃദാസനെ തല്ലുന്നു, വസ്ത്രമഴിച്ചെടുക്കുന്നു, ചെളിവെള്ളത്തിലൂടെ വലിക്കുന്നു. സ്തോത്രം. വലിച്ചഴച്ചു കൊണ്ടുപോയി ജാമ്യം കിട്ടാത്ത വകുപ്പുകളെല്ലാം ചാർത്തി ഇവരെ കാരാഗ്രഹത്തിനകത്തടയ്ക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഗൗരവത്തോടെ വചനം ശ്രദ്ധിക്കുന്നവരായിരിക്കാൻ ഞാനൊരു ചോദ്യം ചോദിക്കാം. ചന്തസ്ഥലത്ത് വെച്ച് പൗലോസിനെ ചന്തസ്ഥലത്തൂടെ വലിച്ചഴയ്ക്കുമ്പോൾ പൗലോസിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവില്ലേ? ഇത് ഇടയ്ക്കിടയ്ക്ക് വലിയ സർക്കസ് കൂടാരത്തിനകത്ത് ഭയങ്കര നമുക്കിങ്ങെന്താ വലിയ വലിയ നമുക്കങ്ങ് പ്രഷറുണ്ടാകുന്ന വലിയ സംഭവം കണ്ടു കഴിയുമ്പോൾ ആ പിരിമുറുക്കം പ്രഷർ കുറയാൻ വേണ്ടി മൂക്കയിൽ ബോളും വെച്ച് ഇറങ്ങി വന്നൊരുത്തം കാണിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് മാത്രം വരുന്നതാണ് പരിശുദ്ധാത്മാവ്. അല്ല, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പൗലോസ് തന്നെ എഴുതി, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, ഇതിനകത്ത് ദൈവാത്മാവുണ്ട്. ചന്തസ്ഥലത്തൂടെ വലിച്ചഴയ്ക്കുമ്പോൾ അകത്ത് ആത്മാവുണ്ട്. ലീവ് എടുത്തിട്ടില്ല, ഉണ്ട്. വസ്ത്രം ഉരിഞ്ഞെടുക്കുമ്പോൾ അകത്ത് ആത്മാവുണ്ട്. കോലുകൊണ്ട് തല്ലുമ്പോൾ അകത്ത് ആത്മാവുണ്ട്. കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞ് വിവിധ വകുപ്പുകൾ ചാർത്തി കാരാഗ്രഹത്തിനകത്തടയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവുണ്ട്. പക്ഷെ അവിടെയൊന്നും പരിശുദ്ധാത്മാവ് മിണ്ടിയില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ആ കോലുകൊണ്ട് തല്ലാൻ വന്നപ്പോൾ ശിംശോന്റെ മേൽ വ്യാപരിച്ചതുപോലെ കട്ലക്കാലും കഥവും കൂടി പറിച്ചെടുക്കുന്ന രീതിയിൽ ഇങ്ങ് വന്നായിരുന്നെങ്കിൽ, സ്തോത്രം, ഈ കർത്താവ് ഗെത്സമന തോട്ടത്തിൽ നിന്നപ്പോൾ നിങ്ങൾ ആരെ തിരയുന്നു? ക്രിസ്തുവിനെ എന്ന് പറയുമ്പോൾ ഞാനാകുന്നു എന്ന് പറഞ്ഞ വഴിക്ക് റോമൻ പട്ടാളക്കാർ ഓരോരുത്തർ ഈയിൽ ചിറകറ്റ് വീണതുപോലെ താഴെ വീഴത്തക്ക രീതിയിൽ ആത്മാവ് ഒരു സീൻ ഉണ്ടാക്കിയിരുന്നെങ്കിൽ പ്രസംഗിക്കാൻ ഇല്ല. ഇത് പ്രസംഗിക്കുന്ന സുഖം, ചൂടസുഖം ഉണ്ടാകുകയില്ല മറ്റേതാണെന്നെങ്കിൽ. പക്ഷെ അന്നേരം ഒന്നും ആത്മാവ് അനങ്ങിയില്ല. പക്ഷെ ശരീരത്തിനകത്തൊക്കെ എന്താ പറയുക, പൂച്ചമാന്തിനേക്കാൾ കൂടുതൽ കുപ്പിച്ചില്ല് കൊണ്ട് വരഞ്ഞതുപോലെ അടിച്ച് തകർത്ത് കുഴഞ്ഞ വെള്ളത്തിലൂടെ കൊണ്ടുവന്ന് അവനെ അകത്തിട്ട് പൂട്ടി
സ്തോത്രം. നിരാശ വരുത്തി ഒരു മൂലയിൽ ഒതുക്കാനായിരുന്നു പിശാചിൻ്റെ പരിപാടി. അകത്താത്മാവുണ്ടായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ നിരാശനാകാതെ ഞാൻ ചോദിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ടവർ കരമടിക്കാൻ തുടങ്ങുന്ന കൂടെ ചോദിക്കുന്നു, ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയ സഹോദര, അല്ലയോ കർത്തൃദാസൻ, അല്ലയോ ദൈവവൈതലെ, നിരാശനാകാനായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നിരാശനാകാൻ, ഷെയ്വ് ചെയ്യാതെ, കുളിക്കാതെ, മുടി വെട്ടാതെ ഒരു മൂലയിൽ പുസ്തകം താത്തി വെച്ച് ഒതുങ്ങാനാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം നിരാശനാകേണ്ടത് ആരായിരുന്നു? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാനല്ല എന്ന് പറഞ്ഞ് ഒഴിമാറി. ഞാൻ പറയുവാണെങ്കിൽ പറഞ്ഞേനെ, വാസ്തവത്തിൽ ഞാനായിരുന്നു. അത്രയ്ക്ക് മാനസിക സമ്മർദ്ദങ്ങൾ, ചെയ്യാത്ത കുറ്റങ്ങൾ. പക്ഷെ എന്തുകൊണ്ട് നിരാശനാകാതെ, സ്തോത്ര ഹല്ലേലൂയ, നിരാശനാകാതെ 1997 സ്തോത്രം നിൻ്റെ ഫോട്ടോയും 2025 ഫോട്ടോയും കൂടി എടുത്തു വെച്ച് നോക്കിയാൽ വിവരമുള്ളവൻ പറയും തെല്ല് നിരാശനായിട്ടില്ല എന്ന്, ഒരു ചളുക്കവും പറ്റിയിട്ടില്ലെന്ന്. എന്താ കാരണം? ഹല്ലേലൂയ, മരുന്ന് കഴിച്ചതല്ല, അകത്ത് ആത്മാവുണ്ടായിരുന്നത് കൊണ്ട്, നിന്നെ നയിക്കുന്ന ആത്മാവുണ്ടായിരുന്നത് കൊണ്ട്. എന്ത് ഗുണം കിട്ടിയെന്ന് ചോദിച്ച ഒറ്റ ഗുണം, ഇത്രയും കാര്യങ്ങൾ ചവിട്ടി നിന്ന് ചെയ്തിട്ടും ഇന്ന് രാത്രിയിലും ആരോടും പരിഭവമില്ലാത്തത്, ആരോടും നിരാശയില്ലാത്തത്, അല്ല എനിക്ക് നിരാശയില്ലാത്തത്, ആരെയും ഒരു ശത്രുവായി കാണാത്തത്, എന്നെ ചവിട്ടിയവന്റെ മുമ്പിലും ചിരിച്ചോണ്ട് നിൽക്കാൻ പറ്റുന്നത് എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിമിത്തമാണ്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ പിശാച് നോക്കിയത്, ഞാൻ ഓരോ ഭാഗങ്ങൾ അടർത്തി പറയാ, സാത്താൻ നോക്കിയത്, നീ ഈ കേസിൽ നിരാശനാകുമെന്ന്, നീ ഈ കേസിനകത്ത് ആയുധം വെച്ച് കീഴടങ്ങുമെന്ന്, നീ ഈ കേസിനകത്ത് എന്നെ ഉയർത്തുന്നത് പതുക്കെ അങ്ങ് നിർത്തുമെന്ന് ദുഷ്ടൻ വിചാരിച്ചത്. ഇല്ല, നിരാശനാകാതെ ഇന്ന് രാത്രി വരെയും വിഷയങ്ങളുടെ നടുവിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവനെയും ഞങ്ങളല്ല നിർത്തിയത്, പരിശുദ്ധാത്മാവ് നിർത്തിയതിന് ഞങ്ങളെയും ഞങ്ങളുടെ സഭയെയും ഞങ്ങളെയും ഞങ്ങളുടെ ദൈവദാസന്മാരെയും സ്വർഗം നിർത്തിയതിന് എങ്ങനെ നിങ്ങൾക്ക് നന്ദി പറയാമോ? അതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ പറ, സ്വത്രപ്പെട്ടു പോകാനായിരുന്നെങ്കിൽ ഞങ്ങളായിരുന്നു പെടേണ്ടത്. പക്ഷെ അകത്തിരുന്ന് വ്യാപരിച്ച ദൈവത്തിന്റെ ആത്മവ്യാപാര ശക്തി, കാലയരാമമുണ്ടെങ്കിലും കയ്യെ ചങ്ങലയുണ്ടെങ്കിലും ധരിച്ചിരുന്ന വസ്ത്രം ഊരിയെടുത്തു, വിവസ്ത്രനാക്കി, അല്ലെങ്കിൽ അർത്ഥനർത്ഥനാക്കി. സ്തോത്ര ഹല്ലേലൂയ. കുളിക്കാൻ പോലും സമ്മതിക്കാതെ ചന്തസ്ഥലത്തെ ചെളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്തോത്ര ഹല്ലേലൂയ. ആ ചന്തസ്ഥലത്തെ ചെളിയും വെള്ളവും ശരീരത്തിൽ ഇരിക്കുമ്പോൾ, ചോരയോട് ചേർന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ, സ്തോത്ര അതിന്റെ നടുവിലും നിരാശനാകാതെ പ്രാർത്ഥിക്കാൻ, കാരാഗ്രഹത്തിനകത്ത് പ്രാർത്ഥിക്കാൻ കൃപ തന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ ഇന്ന് രാത്രികാലം ഇത്രയും വിഷയമുണ്ടായിട്ട് ഇതുപോലെ ദൈവത്തെ സ്തുതിക്കാൻ ഒറ്റപ്പെട്ടിട്ട് ഏകാന്തത വന്നിട്ട് നിനക്ക് പാട്ട് നിന്ന് പോകാതിരുന്നത്, നിന്റെ വായടയാതിരുന്നത്, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി എന്നോടുള്ള ദൈവത്തിന്റെ ഇടപെടലാണിത് എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രത്തോടെ പറ, സ്വർഗം അത് ചെയ്യുകയാണെന്ന് രാത്രി. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ചന്തസ്ഥലത്തൂടെ വലിച്ചടച്ചപ്പോഴും കോലുകൊണ്ട് തല്ലിയപ്പോഴും വസ്ത്രം ഉരിഞ്ഞെടുത്തപ്പോഴും മൗനം ദീക്ഷിച്ച അകത്തിരുന്ന പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അടങ്ങിയിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. അവിടെ ഭൂകമ്പം ഉണ്ടായി, ജയിലിൻ്റെ അടിത്തറയൊക്കെ ഇളകി എന്ന് പറയുന്നത് ആ നാട്ടിൽ മൊത്തം ഉണ്ടായി എന്ന് അവിടെ വായിച്ചിട്ടില്ല. അവിടെ മാത്രം സംഭവിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. നാട്ടിലെ മുഴുവൻ കെട്ടിടങ്ങളും താഴെ പോയി എന്ന് വായിച്ചില്ല. അതിനർത്ഥം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി, ചെയ്തു തരാൻ തുടങ്ങി.
സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞാൻ ദൈവസന്നിധിയിൽ പറയാം, എല്ലാ പരിപാടിയും ആരോട്, ഒറ്റ ആളോടായിരിക്കും ഇന്ന് രാത്രി പറയുന്നത്. എന്നാലും സ്വർഗം പറയുന്നു, നീ ഇനി എനിക്ക് രക്ഷയുണ്ടോ, വിടുതലുണ്ടോ, ഞാൻ നന്നാവോ എന്നൊക്കെ ചോദിച്ച് ചുമ്മാ വെറുതെ വണ്ടിക്കൂലി കളയാതെ ദൈവത്തിൻ്റെ പാരപീഠത്തിൽ നാളെ മുതൽ ആരോടും പറഞ്ഞില്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അത്യന്ത ശക്തി, ആ സൃഷ്ടിപ്പിൻ്റെ ആത്മാവ് വെറും കളിമണ്ണ് കൊണ്ട് ഒരു രൂപമുണ്ടാക്കി മൂക്കിലേക്ക് ഊതുമ്പോൾ ഇന്ന് കാണുന്നത് പോലെ അത്ഭുത സൃഷ്ടിയായി മാറ്റിയ ആ പരിശുദ്ധാത്മാവ് വെള്ളത്തിനടിയിൽ പെട്ടുകിടന്ന ഈ ഭൂമിയെ ഉയരത്തിൽ കൊണ്ടുവന്ന് ഇന്ന് കാണുന്ന നിലവാരത്തിൽ നിർത്തിയ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി സ്വർഗം പറയുന്നു, അത് പ്രവർത്തിക്കാൻ തുടങ്ങും, ചെയ്തു തരാൻ തുടങ്ങും, ചെയ്തു തരാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇനി ആരും സഹായമില്ലെങ്കിലും, ഇനി ആരും സ്തോത്രം ഒന്നുമില്ലെന്ന് പറഞ്ഞാലും ചെയ്തു തരാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് ചെയ്തു തരാൻ തുടങ്ങും. സ്തോത്രം. ആക്ടിവേറ്റ് ആകുക എന്നാണ് അതിന് സിമ്പിളായിരിക്കുന്നൊരു മീനിങ്. വ്യാപരിക്കുക എന്നുള്ളതിന് വ്യാപരിക്കാൻ തുടങ്ങും, വ്യാപരിക്കാൻ തുടങ്ങും. പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ വ്യാപരിക്കാൻ തുടങ്ങും. ഇത് അപ്പോസ്തല പ്രവൃത്തി 16 മാത്രമൊന്നുമല്ല, പല സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. 4-ാം അധ്യായത്തിൽ എന്താ സംഭവിച്ചത്? അപ്പോസ്തലന്മാരെ ഒരു ദിവസം കാരാഗ്രഹത്തിനകത്തിട്ടു, പിറ്റേ ദിവസം മതകോടതിയിൽ കൊണ്ടുവന്നു. കോടതി അവരെ വിസ്തരിച്ചു. എന്നിട്ട് ജഡ്ജിക്ക് വിധി പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് എത്തി. അങ്ങനെ ഒരു സ്ഥാനത്തെത്തിയപ്പോൾ ലാസ്റ്റ് അവർക്ക് വാണിംഗ് കൊടുത്തു വിടുകയാണ്. എന്താ വാണിംഗ്? ഈ നാമത്തിൽ മേലിൽ ഇവിടെ മിണ്ടരുത്, ഈ ശക്തിയിൽ ഒരാളെ സൗഖ്യമാക്കരുത്. അവിടെ വെച്ച് അപ്പീലിനൊന്നും പോയില്ല, തിരിച്ചു മറുപടിയൊന്നും പറഞ്ഞില്ല. കാരണം കോടതിയാണ് പറയുന്നത്. ഇങ്ങനൊരു വാക്കുണ്ട്, വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്ക ചെന്നു. അവരോട് പറഞ്ഞു, കാര്യങ്ങൾ കുഴപ്പത്തിലാണ്. അവർ കാത്തിരിക്കുക, എന്താ കോടതി വിധി എന്നറിയാം. അന്നത്തെ പോലെ TV ന്യൂസ് വാട്സാപ്പ് ഒന്നും ഇല്ലല്ലോ. അന്ന് കാത്തിരുന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, യേശുവിൻ്റെ നാമത്തിൽ യെരൂശലേമിൽ ഇനി മിണ്ടിയേക്കരുത്. ഈ മനുഷ്യനെ സൗഖ്യമാക്കിയ, ദേവാലയ ഗോപുരവാതിക്കലിരുന്ന മനുഷ്യനെ സൗഖ്യമാക്കിയ യേശുവിൻ്റെ ആത്മശക്തി കൊണ്ട് ഈ നാട്ടിൽ ഇനി ഒരു പ്രവൃത്തിയും ചെയ്തേക്കരുത് എന്നാണ് വിധി. ഇത് കേട്ടപ്പോൾ അവരാദ്യം കുറേ നേരം ഇരുന്ന് കരഞ്ഞു. ഞാൻ ആ വാക്യം വായിക്കാതെ പറയാട്ടോ. 4-ാം അധ്യായത്തിൽ കരഞ്ഞപ്പോഴൊന്നും ആത്മാവ് ഇടപെട്ടില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയല്ലാതെ ഒരു പരിപാടി ഇല്ല. നീ കുറച്ചു നേരം മൂലയെ മാറിയിരുന്നു. ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ ഒരിക്കലും ഡിസ്കറേജ് ആയിട്ട് എടുക്കരുത്. പക്ഷെ നമ്മൾ ഇച്ചിരി ജെന്റിലാകുക ഇന്ന് രാത്രി. അതിനകത്ത് മോശക്കാരാണെന്നൊന്നും അല്ല കേട്ടോ. നമ്മൾ പറയും സ്തോത്രം, അടുക്കളയിൽ നിന്ന് കരഞ്ഞു, ബാത്റൂമിൽ ടാപ്പ് വന്നിട്ട് കരഞ്ഞു. അതിന് വല്ല ഉപ്പും മുളകും കിട്ടുമെങ്കിൽ മേടിച്ചു, അതിന് കുഴപ്പമില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് വല്ലതും ചെയ്യണമെങ്കിൽ ടാപ്പ് തുറന്നിട്ട് കരഞ്ഞാൽ ചെയ്യുന്നൊരു വാക്ക് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോന്ന് എനിക്കറിയില്ല. സ്തോത്രം. അതൊക്കെ ഒരു ഭംഗി വാക്കിന് മലയാളി പഠിച്ചതാ, പഠിച്ചു, അതങ്ങ് പറഞ്ഞു. അമ്മ പറഞ്ഞു, അത് തന്നെ മോളും പറഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ കണ്ട വാക്യം പറയാം. കുറേ നേരം ഇരുന്ന് കരഞ്ഞു, ആത്മാവ് മിണ്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരാളൊരു വാക്യം തപ്പിയെടുത്തു. അത് 4-ാം അധ്യായം എഴുതിയിട്ടുണ്ട്. വാക്യം ഇതാണ്, ദൈവമേ നിൻ്റെ അഭിഷിക്തന് വിരോധമായി രാജാക്കന്മാർ കൂട്ടം കൂടുന്നതെന്ന് പറഞ്ഞ് വാക്യം തപ്പിയെടുത്തു. നല്ല കാര്യം, വാക്യം എടുത്ത് വെച്ച് വായിച്ചു. ഭൂമിയിലെ രാജ 26-ാം വാക്യം, അനിനിരക്കി അധിപതികൾ കർത്താവിന് വിരോധമായി അവൻ്റെ അഭിഷിക്തന് വിരോധം ഒന്നിച്ചുകൂടിയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസന ദാവീദ് മുഖേന പരിശുദ്ധന്മാരോട് ചെയ്തവനെ. ബാക്കിയോട്, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധന് വിരോധമായി, ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളുടെ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. ഏകലും ബാക്കി സംഭവിക്കണമെന്ന് നിന്റെ കയ്യിൽ നിന്റെ ആലോചന മുന്നിപ്പിച്ചൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. അടുത്തത്, ഇപ്പോൾ ഇത്രയും നേരം അവർ വാക്യമൊക്കെ വായിച്ചു, പ്രാർത്ഥിച്ചോ? സംഭവം വാക്യമൊക്കെ വായിച്ചു, ഗംഭീര വാക്യമാണ്, കണ്ടുപിടിച്ച വാക്യമൊക്കെ സൂപ്പറാണ്. ഇപ്പോഴോ കർത്താവ് അവരുടെ ഭീഷണികളെ പ്രാർത്ഥന തുടങ്ങുക. സൗഖ്യമാക്കുക നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസന യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതം ഉണ്ടാകുന്നാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടു കൂടെ പ്രസ്താവിപ്പം നിന്റെ ദാസന്മാർക്ക് പ്രാർത്ഥനയായി കൃപ നൽകണമെന്ന് ചോദിച്ചു. പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി.
പിന്നെ എക്സ്പ്ലനേഷൻ ഇല്ല, പിന്നെ വിധിപ്പകർപ്പില്ല. വചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അതിനർത്ഥം പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയല്ലാതെ. കുറച്ചു നേരം കരഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കരഞ്ഞിട്ട് മടക്കി വെച്ചാൽ എന്നും കരയാ, അത്രയേ ഉള്ളൂ. കരഞ്ഞൊക്കെ കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. നല്ല 4 വാക്യം കണ്ട് തലയണയിൽ കുത്തിവെച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ തലയണയിലും ബെഡ്ഷീറ്റിനകത്തും വാഗ്ദത്തം എംബ്രോയിഡറി ചെയ്ത് വെച്ച് പുതച്ച് കിടന്നാലൊന്നും സംഭവം ഇറങ്ങിയേല. നല്ല ചെവി ഉണ്ടെങ്കിൽ കേട്ടാൽ മതി. ഇതൊക്കെ നല്ലതാണ്. ബ്ലാങ്കറ്റിനകത്തും ഇതിനകത്തെല്ലാം നല്ല വാക്യം എംബ്രോയിഡറി ചെയ്തോ. ഈ 1-ാം തീയതി വേണമെങ്കിൽ 2 തയ്പ്പിച്ച് അപ്പച്ചനും കൊടുത്തോ. അതിട്ടുകൊണ്ട് നടന്നാണെന്നും പണ്ടാരണ്ട് പറഞ്ഞ പോലെ സ്തോത്രം, സംഭവം ആത്മാവ് ഇറങ്ങിയല്ല. ഇതിനും അപ്പുറം അവർ പ്രാർത്ഥിച്ചു. കർത്താവേ, ഇവിടെ സൗഖ്യം ആരംഭിച്ചു ഞങ്ങളിലൂടെ. പക്ഷേ സൗഖ്യം ആരംഭിച്ചപ്പോൾ നിന്റെ ശക്തി കൊണ്ടുള്ള സൗഖ്യത്തിനെതിരെ ഇവിടെ ചിലർ എഴുന്നേറ്റിരിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ മിണ്ടാൻ പാടില്ല എന്ന് ഇവിടെ ചിലർ പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇത്രയും അങ്ങ് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴേക്കും ഇരുന്ന സ്ഥലം കുലുങ്ങി. ഇരുന്ന സ്ഥലം കുലുങ്ങി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പരിശുദ്ധാത്മാ. അതിനകത്ത് പിന്നെ വേറെ എന്താ അതിനകത്ത് പറയാതിരിക്കുന്നത്? അവിടെ കുലുക്കിയത് ആരാ? ഇത്രയും പേര് നിലത്ത് ചവിട്ടി കുലുക്കിയതല്ല, ആത്മാവാ കുലുക്കിയത്. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ചിലത് ചെയ്തു തരാൻ തുടങ്ങും. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ചെയ്തു തരാൻ തുടങ്ങും. ഇതറിയാൻ വയ്യാത്ത വാക്യമൊന്നുമല്ല. ഇത് പുതുതായിട്ട് കൊണ്ടുവന്നൊരു തിയോളജി അല്ല. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന പ്രസംഗമായിരിക്കുകയല്ല. പക്ഷെ ഇന്ന് രാത്രി അഠമന്റായി പറയുന്നു, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വിരോധികളെ ഞെട്ടിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാൻ തുടങ്ങും. ഞാൻ ചെയ്തു തരാൻ തുടങ്ങും. സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർക്ക് വീണ്ടും ഞാൻ ചോദിക്കുന്ന ആഗ്രഹമുണ്ട്, ദൈവം ചിലത് ചെയ്തു തരണം. നീ ആരെ കൊണ്ട് ഈ കാര്യം നടത്താൻ പറ്റിയാല. സ്തോത്രം. അവസാനത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ലഭിച്ചു. ഇനി യാതൊരു സാധ്യതയില്ലെന്നും പറഞ്ഞ് ഡോക്ടർ സീൽ ചെയ്ത് ഫയൽ മടക്കി കയ്യിൽ വീട്ടിൽ തന്നുവിട്ട് അലമാരിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചെന്നിട്ട് അത് കീറിയിട്ട് പറയണം, എന്നോട് കർത്താവ് പറഞ്ഞു വൈദ്യശാസ്ത്രത്തിന് ചെയ്തു തരാൻ പറ്റാത്തത് ഞാൻ ചെയ്തു തരാന്ന് എന്റെ കാതിൽ പറഞ്ഞവനെ കണ്ടിട്ട് ഞാൻ ഇന്ന് രാത്രി യോഗത്തിന് തിരിച്ചു വരുന്നേ. എഴുതി വെച്ച സകല രേഖകളും, സീല് വെച്ച് നിന്റെ കയ്യിൽ കവറിലിട്ട് തന്ന സകല രേഖകളും ഇന്ന് രാത്രി നോക്കിയിട്ട് പറയണോ, ഞാൻ ഇന്ന് രാത്രി അത് ദൂത് കേട്ടിട്ടാ വന്നത്. ഈ ഞാൻ വിശ്വസിച്ചവർക്ക്, ഞാൻ അടിമയെ പോലെ കൂടെ നിന്നവർക്ക് എന്നോട് ചെയ്തു തരാൻ പറ്റാത്തത്, എനിക്ക് വേണ്ടി ചോര തന്നവൻ, എന്നെ വീണ്ടെടുത്തവൻ, ഞാൻ ചെയ്തു തരാമെന്ന് ഞാൻ കേട്ടിട്ടാണ് വന്നത്. ഹല്ലേലൂയ. ലാസ്റ്റ് വാക്ക്. ഞാൻ അവസാന ഭാഗത്തേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. 5 വാക്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചത്. യേശു ഇതുപോലെ ചെയ്തു തരാം എന്ന് പറയപ്പെട്ടിരിക്കുന്ന ഇനി 4 എണ്ണമുണ്ട്. സ്തോത്രം. അതിലേക്ക് തൊട്ടാൽ ഇനി നമുക്ക് ഭംഗിയായിട്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു തൃപ്തിയില്ല. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഓരോ സെക്ഷൻ വേണ്ടി വരും ഓരോന്നും പറയാൻ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കാത്തത് ഇതിൻ്റെ ഒരു അവസാന പോയിന്റ് പറഞ്ഞ് നിർത്താം. സ്തോത്രം. പരിശുദ്ധാത്മാവ് അത് ചോദിച്ചതിനേക്കാൾ അപ്പുറമായി ചെയ്തു തരാൻ നമ്മുടെ ഇടയിൽ വ്യാപരിക്കും. ഒരു വാക്യോടെ വായിച്ച് കൺക്ലൂഡ് ചെയ്യാൻ ഞാൻ പഴയ നിയമത്തിൽ നിന്ന് 1 ശമൂവേൽ. സ്തോത്രം. 1 ശമൂവേൽ 22-ാം അധ്യായം 3-ാമത്തെ വാക്യം അതോടെ പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ യോഗത്തിൽ വന്ന് യാത്ര പറയുകയാണ്. പകലും രാത്രിയിലും എൻ്റെ പരമാർത്ഥതയുടെയും ആത്മാർത്ഥതയുടെയും മാക്സിമം ഏറ്റവും സ്നേഹിക്കുന്ന കർത്തൃദാസനും ദൈവമക്കൾക്കും ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ 3-ാമത്തെ വാക്യം. അനന്തരം ദാവീദ് അവിടം വിട്ട് മോവാബിലെ മിസ്പയിൽ ചെന്നു.
മോവാബ് രാജാവിനോട് ദൈവം എനിക്ക് വേണ്ടി എന്തു ചെയ്യും? ഞാൻ പറഞ്ഞു എന്ത് ചെയ്യുമെന്ന് അങ്ങനെ പറയരുത്. ഈ ഇന്നത്തെ പ്രസംഗത്തിനകത്ത് ഒറ്റ വാക്കുള്ളൂ, സ്തോത്രം. ദൈവം ചിലത് ചെയ്യും. ആ വാക്ക് നോക്കേ, എനിക്ക് വേണ്ടി ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നറിയുവോളം എൻ്റെ അപ്പനും അമ്മയും നിങ്ങളുടെ അടുക്കൽ പാർക്കാൻ അനുവദിക്കണം. പശ്ചാത്തലം പറയണമെങ്കിൽ 10 മിനിറ്റ് എടുക്കും, പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യാം, 2 മിനിറ്റ് കൊണ്ട് പറയാം. ദാവീദിനെ അഭിഷേകം ചെയ്ത അനന്തരം ശൗല് അസാധാരണ അസൂയാലുവായി മാറി. അതിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ദാവീദിനൊരു പിടികിട്ടാ പുള്ളിയെപ്പോലെ സ്തോത്രം തപ്പിയിറങ്ങി ശൗല് നേരിട്ട് അവസാനം 13 വർഷത്തോളത്തോളം വീട്ടിൽ പോലും കയറാൻ പറ്റാതെ കാട്ടിൽ കിടന്നുറങ്ങേണ്ട ഗതികേട് വന്നു. 1-2 കൊല്ലമല്ല, സ്തോത്രം 10-13 വർഷം. 2 കൊല്ലമായി വാടകയ്ക്ക് താമസിച്ചപ്പോഴത്തേക്കും നമ്മുടെ സഹിഷ്ണുതയും തീർന്നു. ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി. കർത്താവ് ഇത് കാണുന്നില്ല. 13 കൊല്ലം കാട്ടിൽ കിടന്നവനാ. സ്വന്തം വീടില്ലെങ്കിലും ഒരു ഫ്ലാറ്റിൽ കിടത്തുന്നുണ്ടല്ലോ ദൈവം. വാടക കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. ഏറ്റവും കാട്ടിൽ കിടന്നവനാ, ഒരു പരാതിയില്ലാതെ. അയ്യോ, ഇരിപ്പ് കണ്ടോ? ദാവീദ് കണ്ട വല്ലതും പറഞ്ഞേരപ്പം നിങ്ങളോട്. സ്തോത്രം. 13 കൊല്ലത്തോളത്തോളം ഇങ്ങനെ കിടന്നു. ലാസ്റ്റ് ദാവീദിനെ പിടിക്കാൻ പറ്റാതെ വന്നപ്പോൾ അപ്പനെ അമ്മയൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് വേണം പറയാൻ. കാരണം ദാവീദിന് വീടുണ്ടായിരുന്നു. ഇശായിക്ക് വീട്, ആ വീടിൻ്റെ അവിടെ വെച്ചാൽ അഭിഷേകം ചെയ്തു. ആ വീട്ടിൽ നിന്നല്ലേ സഹോദരന്മാരെ തേടി. ഇപ്പം വീടുണ്ടായിരുന്നു. അതുല്ലാം ഗുഹയിൽ പാർക്കുന്ന കാലം ഈ അധ്യായം തുടങ്ങുമ്പോൾ അപ്പനും അമ്മയും കൂടി രഹസ്യത്തിൽ മോനെ 13 വർഷത്തിന് ശേഷം കാട്ടിൽ കടന്ന് അലയുന്ന മോനെ കാണാൻ വേണ്ടി വന്നു. ആ രംഗമൊക്കെ നിങ്ങൾ കാണണം, ഹൃദയം പൊട്ടിപ്പോവും. സ്തോത്രം. ദാവീദ് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ഓർക്കണ്ടോ? ഒരു കാലത്ത് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, മരിച്ചു പോയവനെ പോലെ എന്നെ അവർ മറന്നു എന്നൊരു വാക്ക് ഓർക്കുന്നുണ്ടോ? എപ്പോഴാണ് അത് എഴുതിയെന്ന് നടന്ന? രാജാവിന് ശേഷമൊന്നുമല്ല, നേരത്തെ ആയിരിക്കും. ഒരു കാലത്ത് മറന്ന അപ്പനും അമ്മയും ഇന്ന് ആശ്രയം ഈ മോനായി മാറി. ഇവനിപ്പോഴും വീടുമില്ല, ഇവനിപ്പോഴും കാറുമില്ല, ഇവനിപ്പോഴും ആരാകുന്നായിട്ടില്ല. പക്ഷെ അവസാനം കഥ തീരുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ നിഗമനം ചേട്ടന്മാരെയൊക്കെ പട്ടാളത്തിൽ നിന്ന് പിരിച്ചു വിട്ടു. കാരണം ദാവീദ് ഈ വീട്ടിലൊരുത്തൻ പിടികിട്ടാപ്പുള്ളിയായിരിക്കുകയല്ലേ. നിയമപരമായിട്ട് കാര്യങ്ങൾ അറിയാവുന്നവർക്കറിയാം. അത്രയ്ക്ക് രാഷ്ട്രം നേരിട്ട് തപ്പി ഇറങ്ങിയിരിക്കുന്ന ഒരു പ്രതിയാണ് ദാവീദ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചേട്ടന്മാർ പട്ടാളത്തിൽ പാടില്ല, വിരിച്ചു വിട്ടു. അവരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. വീടും സ്തോത്രം അവർ സീൽ ചെയ്തു. എങ്ങോട്ട് പോകും? ദാവീദിൻ്റെ അടുക്ക വന്നു. പുറത്തിറങ്ങിയാൽ അവനെ തട്ടും. പക്ഷേ അപ്പനെ അമ്മയും കണ്ടപ്പോൾ ദാവീദിൻ്റെ ഹൃദയം പടച്ചു കാണും. ആ രംഗങ്ങൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കാണും. പക്ഷെ അദ്ദേഹം ശത്രുവായിരിക്കുന്ന ശൗലിൻ്റെ കയ്യിൽ പെടാതെ വയസ്സനായിരിക്കുന്ന ഇശായിയെയും തൻ്റെ അമ്മയെയും ചേർത്ത് മോവാബ് രാജാവിൻ്റെ അടുക്ക ചെന്നു. മോവാബ് രാജാവ് എന്ന് പറയുന്നത്, മോവാബ് എന്ന് പറയുന്നത് ദാവീദിൻ്റെ വല്യമ്മച്ചിയുടെ നാടാ, രൂത്തിൻ്റെ നാടാ. ആ തായ്വേരിൽ നിന്നല്ലേ രൂത്തിൻ്റെ പുസ്തകം അവസാനം എഴുതിയിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ചെന്നിട്ട് മോവാബ് രാജാവിനോട് പറഞ്ഞു. ആ പറഞ്ഞ വാക്കാണ് എഴുതി കാണിച്ചത്. എന്നാന്നറിയാമോ? പെട്ടുപോയി, ഗതികേടായിപ്പോയി, അപ്പനും അമ്മയും വീട് ഇവിടെ കിടക്കട്ടെ എന്നല്ല പറഞ്ഞത്. അവിടെ എഴുതിയിരിക്കുന്ന വാക്കിതാണ്: എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നറിയുവോളം. 2 മഷിയുള്ള പേന, ചുമന്നതും പച്ചയുണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ആ വാക്കിൻ്റെ അടിയിൽ 2 മഷി കൊണ്ട് അടിവരയിടണം. അദ്ദേഹം പറയാം, നീയൊക്കെ എത്ര തലയും കുത്തി നിന്നാലും എനിക്കൊരു ഉറപ്പുണ്ട്, ഈ കാര്യത്തിൽ എൻ്റെ ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. ഈ കൊല്ലം ഈ സമയത്ത് ഈ പ്രാർത്ഥനയുടെ പുറകിൽ നെഞ്ചുരുകുന്ന വിഷയം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ സ്വർഗം എന്നോട് പറയുന്നു, നീ ഇത് പറഞ്ഞിട്ട് പോകാൻ, നീ ഇത് പറഞ്ഞിട്ട് പോകാൻ, നീ ഇത് പറഞ്ഞിട്ട് പോകാൻ. ഹല്ലേലൂയ. ഒരുപക്ഷെ എന്റെ സഹോദരങ്ങളെ, ദൈവത്തെ അകമഴിഞ്ഞ് വിശ്വസിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ 21-ാം തീയതി ഉപവാസം കഴിയുന്നതിനേക്കാൾ മുമ്പ്, അതല്ലെങ്കിൽ ഡിസംബർ മാസം 31-ാം തീയതി കഴിയുന്നതിനേക്കാൾ മുമ്പ്, അതുമല്ല കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യം തന്ന് അവിടുത്തെ വരവ് താമസിച്ചാൽ ഇനി ഒരു പ്രാവശ്യം കൂടെ ഈ പുൽപ്പിറ്റ് നിൽക്കാൻ അടിയനൊരു അവസരം തന്നാൽ, ആ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ്
നീ ഇന്ന് ഞരങ്ങുന്ന, ആരോടും പറയാൻ പറ്റാതെ നീ ഇന്ന് വിങ്ങുന്ന വിഷയം എന്താണോ ആ വിഷയത്തിന് വേണ്ടി നീ സേവിക്കുന്ന നിന്റെ ദൈവം എന്തെങ്കിലും ചെയ്യാതെ ഇരിക്കുകയില്ല. ഓ, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി പ്രവാചകന്മാരാരോ പറഞ്ഞിട്ടുണ്ട്, അവൻ എനിക്കൊരു ചുരുള് തന്നു, ഞാനത് ഭക്ഷിച്ചു എന്ന്. ഇന്ന് രാത്രി 7:30 മണി മുതൽ ഞാൻ നിങ്ങൾക്കൊരു ചുരുള് ഇന്ന് രാത്രി നിവർത്തി തരികയാ, അത് ചുരുട്ടി തരികയാ. നിങ്ങൾക്ക് ഇന്ന് രാത്രി ഷവർമ കടിച്ച് ചവയ്ക്കുന്നത് പോലെ ഇന്ന് രാത്രി ദൂതിനെ നിന്റെ ഉള്ളിലാക്കാമെങ്കിൽ, നിന്റെ ബുദ്ധിക്കകത്തല്ല, നിന്റെ ഡയറിക്കകത്തല്ല, പിന്നെയോ നിന്റെ ഉള്ളിലേക്ക് നീ ഇതിനെ ഭക്ഷിക്കാമെങ്കിൽ സ്വർഗം പറയുന്നു, ഈ സഭയുടെയും ദൈവദാസന്മാരുടെയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെയും ഈ ഓൺലൈനിൽ തുടർമാനമായി കേൾക്കുന്നവരുടെയും വിഷയങ്ങളുടെ മേൽ ഈ ദൈവം എന്തോ ചെയ്യാൻ പോവുക. അവൻ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല, അവൻ എന്തെങ്കിലും ചെയ്യാതിരി. നീ ഏറ്റവും കരയുന്ന, നീ പെട്ടുപോയി എന്ന് നിന്റെ തലച്ചോറ് വന്നിനോട് പറയുന്ന ആ വിഷയത്തിന് വേണ്ടി എൻ്റെ ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. അത്രയും വിശ്വാസമുള്ളവർ മാത്രം 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്ക്. അത്രയും വിശ്വാസമുള്ളവർ മാത്രം എഴുന്നേറ്റ് നിൽക്ക്. ഞാൻ പോകാൻ ഒരുങ്ങുകയാണ്. വേഗത്തിൽ കണ്ണുകൾ അടച്ച് ദൈവത്തോട് പറ, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിനോട് പറ, ദൈവമേ, ആ വാക്യം ഞാൻ ഏറ്റെടുക്കുക, ഞാനത് ഭക്ഷിക്കുകയാണ്. എൻ്റെ ദൈവം, സ്തോത്രം, എൻ്റെ അപ്പന് പ്രായമായി, എൻ്റെ അമ്മയ്ക്ക് പ്രായമായി, അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർ കാണട്ടെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്നത്. എത്ര പേര് പറയും? എത്ര പേര് പറയും? ആ വാക്ക് പറയുമ്പോൾ അസാധാരണമായ ഒരു ആത്മഭാരം എൻ്റെ അകത്ത് വരുന്നു. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നു, പ്രായമായി, ക്ഷീണിത, എല്ലാ യോഗത്തിനൊന്നും അവർക്ക് വരാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട്, അപ്പ, എൻ്റെ അപ്പനും അമ്മയും അവർ മോവാവിൽ തീരണമെന്നല്ല, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും. ഇവര് കണ്ണടയ്ക്കുന്നതിനേക്കാൾ മുമ്പ് അതുവരെ എന്നൊരു ബൗണ്ടറി അവിടെ കണ്ടോ, അന്ന് വരെ മതി, എൻ്റെ അപ്പനും അമ്മയും അവിടെ നിന്നാ മതി. അത് കഴിയുമ്പോൾ എനിക്കൊരു സൗകര്യം ഉണ്ടാകും, ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവന്നോളാം. അതിനെ ഞാൻ ഇന്ന് രാത്രി ആർക്കുള്ള ദൂതാക്കുക. നിന്റെ അമ്മ കണ്ണടയ്ക്കുന്നതിനേക്കാൾ മുമ്പ് നിന്റെ അപ്പൻ എല്ലാരും കൂടി ചതച്ച നിന്നെ, എല്ലാരും കൂടി ഒതുക്കിയ നിന്നെ, ദാവീദേ, സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവം എന്തോ ചെയ്യാൻ പോകുകയാ, ദൈവം എന്തോ ചെയ്യാൻ പോകുകയാ. സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ഈ അപ്പനും അമ്മയും കണ്ണടയ്ക്കുന്നതിനേക്കാൾ മുമ്പ് നിന്നെ കണ്ട് നിന്നെ ഒരിടത്ത് ഇരുത്തുമെന്ന് സ്വർഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കണ്ടിട്ട് അവരക്കരെ നാട്ടിൽ പോകുള്ളൂ. അതുപോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, സ്വർഗം അത് ചെയ്യാൻ പോകുകയാണെന്ന്. ഇതിനപ്പുറം പറയാനുള്ള ത്രാണി എനിക്കില്ല, ഇല്ല, ഇതിനപ്പുറം പറയാനില്ല ശക്തി എനിക്കില്ല, ഇതിനപ്പുറം ഇനി എനിക്ക് വാക്കുകളില്ല. കരഞ്ഞുകൊണ്ട് ആത്മഭാരത്തോടെ നിങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്നു. ഈ കാര്യത്തിൽ ഇനി മനുഷ്യർക്കാർക്കൊന്നും ചെയ്യാനില്ല. നീ ആശ്രയിച്ച ഒരു മുതലാളിമാർക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ നിന്റെ ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ട്, അവനത് ചെയ്തിരിക്കും. അടുത്ത പ്രാർത്ഥനയ്ക്കൊക്കെ മുമ്പ് ദൈവം അത് ചെയ്തിരിക്കും.